പറഞ്ഞാൽ അതിൽ പരം ഭാഗ്യം വേറെ ഒന്നുമില്ല. എല്ലാം യേശു എന്നുള്ള ഒരനുഭവം മാത്രമല്ല, യേശുവിൽ ആശ്രയിച്ച് കർത്താവിൽ നിന്ന് പ്രാപിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരനുഭവം. പ്രൈസ് ഗോഡ്. അത് ഒരുവന് സാധിച്ചാൽ അത് അവൻ്റെ ജീവിതത്തിൽ വലിയ വിടുതലായിട്ട് മാറും. പക്ഷെ പലപ്പോഴും ദൈവം വച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ കർത്താവിൻ്റെ ഹിതം ചെയ്ത് ജീവിക്കാൻ, കർത്താവിന് വേണ്ടി ജീവിക്കാൻ ദൈവം വച്ചിരിക്കുന്ന മർമ്മം അല്ലെങ്കിൽ വ്യവസ്ഥയുടെ മർമ്മം അവൻ്റെ വചനം അനുസരിക്കുക എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ 4 വിധത്തിൽ വീണ വിത്തുകൾ, 4 വിധത്തിലുള്ള സ്ഥലത്ത് വീണ വിത്തുകൾ നമ്മൾ വായിക്കുന്നു. ഒരെണ്ണം മാത്രം 30, 60, 100 മേനി വിളവ് കൊടുത്തു. വഴിയരിയിൽ വീണത് പക്ഷികൾ കൊണ്ടുപോയി. പാറസ്ഥലത്ത് വീണത് മുളച്ചെങ്കിലും വേരില്ലായകയാൽ ഉണങ്ങിപ്പോയി. മുള്ളിനിടയിൽ വീണത് ഈ ലോകത്തിൻ്റെ വഞ്ചനയും ധനമോഹവും അതിനെ ഞെരുക്കിയിട്ട് നിഷ്ഫലമായി പോയി. എന്നാൽ നല്ല നിലത്ത് വീണത് മാത്രം ഫലം കൊടുത്തു. പക്ഷെ ആ ഫലം കൊടുത്തതിൽ തന്നെ പിന്നെയും 3 ഗ്രേഡിൽ ഫലം കൊടുത്തെന്ന് വായിക്കുന്നു. 30, 60, 100 മേനി. ശ്രേഷ്ഠമായ വിളവ് 100 മേനിയാണെങ്കിലും അങ്ങനെ ശ്രേഷ്ഠമായിട്ട് ഫലം കായ്ക്കാൻ പലർക്കും കഴിയാതെ പോകുന്നതുകൊണ്ടായിരിക്കാം 60 മേനി എന്ന് പറഞ്ഞത്. അത്രയും പോലും പറ്റാത്തതുകൊണ്ടായിരിക്കാം 30 മേനി എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന വചനത്തിൻ്റെ 30 മേനിയെങ്കിലും നമുക്ക് കായ്ക്കാനായിട്ട് സാധിക്കും. 100 ഫോൾഡ് സാധിക്കത്തില്ല എന്ന് വിചാരിക്കരുത്. ആഗ്രഹിക്കുന്നവർക്ക് 100 മേനിയും കായ്ക്കും. പക്ഷേ നല്ല നിലമാക്കി നമ്മളെ മാറ്റണം. ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ, ഈ ഉപമയുടെ അർത്ഥം ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നല്ല നിലം ഏതാണ്, വിത്ത് ഏതാണ്, പക്ഷി ഏതാണ്? പ്രൈസ് ഗോഡ്. വിത്ത് ദൈവത്തിൻ്റെ വചനം, പക്ഷി സാത്താൻ, മുള്ളുകൾ ഈ ലോകത്തിൻ്റെ വഞ്ചന. പ്രൈസ് ഗോഡ്. പാറസ്ഥലം കൊച്ചു കൊച്ചു പ്രതികൂലങ്ങൾ. അപ്പം വഴിയരികി വീണ വിത്ത് പക്ഷികൾ കൊണ്ടുപോയി എന്നതിൻ്റെ അർത്ഥം കർത്താവ് വ്യാഖ്യാനിച്ചത് എങ്ങനെയാണ്? ഒരു സാത്താൻ അതിനെ എടുത്തുകൊണ്ടുപോയി. രണ്ടാമത്തെ അടുത്ത് പറഞ്ഞത് ക്ഷണീകരായിട്ട് അതിനെ കൈക്കൊള്ളുന്നുണ്ട്. പക്ഷെ ഒരു ചെറിയ വാട്ടം വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ അത് വേരൊക്കെ മുളയ്ക്കും, പക്ഷെ ഫലം കൊടുക്കത്തില്ല, ഉണങ്ങിപ്പോകും. ദൈവനെ കേൾക്കുമ്പോൾ ശരിയാണെന്ന് സമ്മതിക്കും, കൈയടിക്കും, കൈപൊക്കും, എല്ലാ ചേഷ്ടകളും ദൈവനത്തോട് കാണിച്ചുകൊണ്ട് നമ്മൾ പ്രതികരിക്കും. പക്ഷേ ഒരു ദിവസം കഴിയുമ്പം അതിൻ്റെ ഫലം പോകും. വേറൊരു കൂട്ടരിത് തീരുമാനമെടുത്താണെങ്കിലും ഒരു ചെറിയ പ്രതികൂലം വരുമ്പോൾ അതിൻ്റെ ഫലം പോകും. പിന്നെ ഒരു കൂട്ടർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഈ ലോകത്തിൻ്റെ മോഹം, ധനത്തിൻ്റെ വഞ്ചന. നമ്മളിവിടെ പലരുടെയും സാക്ഷ്യം കേട്ടു. വീട്ടിൽ നിന്ന് അവകാശമായി കിട്ടാനുള്ളത് കിട്ടത്തില്ല, തരത്തില്ല. കാരണം നീ യേശുവിൻ്റെ പിന്നാലെ പോയി വിശ്വാസിയായി, നിനക്ക് തരത്തില്ല, ഇറക്കി വിട്ടു. പക്ഷേ അവർക്കെല്ലാം നഷ്ടം വന്നില്ലെന്ന് ഇവിടെയുള്ള ചില സാക്ഷികൾ നമ്മളെ അറിയിച്ചു. ഈ ചർച്ചിൽ അധികം നാളായിട്ട് വരാത്ത
അധികം നാളായിട്ടില്ല ശോഭ വരാൻ തുടങ്ങിയിട്ട്. ശോഭ യേശുവിനെ കണ്ടുമുട്ടി ദൈവത്തിൻ്റെ ഭാഗത്തോട്ട് പോയി. അവരുടെ കുടുംബസ്വത്തിൽ നിന്ന് കിട്ടാനുള്ളതൊന്നും കിട്ടാൻ ഒരു സാധ്യതയുമില്ല എന്നുള്ള നിലപാടായിരുന്നു. പക്ഷേ അത് പോയാലും വേണ്ടില്ല, എനിക്ക് യേശു ഉണ്ടല്ലോ എന്ന് ചിന്തിച്ച് പ്രാർത്ഥിക്കുകയും ആശ്വസിക്കുകയും ചെയ്തെങ്കിലും ചില സമയത്ത് അതിനെക്കുറിച്ചൊരു ഒരു ആകാംക്ഷ വന്നിട്ട് ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. ചില നാളുകൾ കഴിയുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് കിട്ടത്തില്ലെന്ന് പറഞ്ഞത് മുഴുവൻ അളന്ന് തിരിച്ച് കൊടുത്തു. പൈസ ഗെയിന് തിരികൂട്ടാണ്. സന്തോഷ് ഗെയിൻ തിരികൂട്ടം. കിട്ടത്തില്ലെന്ന് പറഞ്ഞത് മുഴുവൻ അളന്ന് തിരിച്ച് കൊടുത്തു. പൈസ ദൈവമക്കളെ, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും കർത്താവിനാണ്. നാം കർത്താവിന് വേണ്ടി നിന്നാൽ നമുക്ക് കിട്ടാനുള്ളത് മുഴുവൻ. ഹല്ലേലൂയ. സന്തോഷത്തിനോട് കൂട്ടണം. എനിക്ക് ശബ്ദം തോർത്താൻ വേദന. ഓളിയമല്ല, ഗെയിനാ കുറച്ച്. എനിക്ക് മൈക്ക് അഴുത്താൻ പറ്റുന്നില്ല. കിട്ടാനുള്ളത് മുഴുവൻ നിനക്ക് വേണ്ടി തരുന്നൊരു ദൈവം. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. ഈ ഭൂമിയിൽ എന്തെങ്കിലും ദൈവം നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെത്തിക്കുന്നത് മരണശേഷമുള്ള ഒരു മനോഹര ദേശത്തായിരിക്കുമ്പോൾ തന്നെ ഇവിടെ വച്ച് തന്നെ ഈ വിഷയങ്ങളിലൊക്കെ മാനിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അതിൻ്റെ അനേക സാക്ഷികൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ദൈവവചനം അതിൻ്റേതായിട്ടുള്ള നിലവാരത്തിൽ ഫലം കൊടുക്കട്ടെ. 100 കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും 30 കൊടുക്കാൻ പ്രൈസ് ഗോഡ് നമുക്ക് സാധിക്കും. അതിനെന്ത് ചെയ്യണമെന്നറിയാമോ? ഏത് വിത്താണ് ഫലം കൊടുത്തതെന്ന് മനസ്സിലാക്കണം. വിത്തെല്ലാം സെയിമായിരുന്നു, വചനം സെയിമായിരുന്നു. പക്ഷേ നിലം ഹൃദയമാണ്. ഹൃദയത്തിൽ വീഴുന്ന വിത്ത്, നല്ല ഹൃദയത്തിൽ വീണത് മാത്രമേ ഫലം കൊടുക്കത്തുള്ളൂ. നല്ല നിലമായിരിക്കാൻ നമുക്ക് സാധിക്കണം. ഈ ഹൃദയത്തിൽ നിന്ന് വരുന്ന ചിന്തകളെ വിവേചിച്ച് അതിനെതിരെ ശാസിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹൃദയത്തിൽ നിന്ന് വരുന്ന ചിന്തകളെ വിവേചിച്ച് ശാസിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോസ്തല പ്രവൃത്തികൾ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾ വായിക്കുമ്പോൾ ശിമയോൻ എന്ന് പറയുന്ന ഒരു വ്യക്തി താൻ വലിയ മന്ത്രവാദിയായൊരു വ്യക്തിയാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അവൻ ദേശത്തെ ഭ്രമിപ്പിച്ചു പോന്നു എന്നും എഴുതിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെയുള്ളൊരു വ്യക്തി ദൈവത്തിൻ്റെ വചനം കേൾക്കുക മാത്രമല്ല, അപ്പോസ്തലന്മാർ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത് കണ്ടപ്പോൾ, ദൈവത്തിന് സ്തോത്രം, പരിശുദ്ധാത്മാവ് ലഭിക്കുന്നപ്പോൾ വന്നിട്ട് പറഞ്ഞു, ഈ അധികാരം എനിക്കും തരണം. പ്രൈസ് ഗോഡ്. അന്നേരം പത്രോസ് അവൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, നീ വല്ലാത്ത കയ്പിലും പകയിലും അകപ്പെട്ടിരിക്കുന്നതായി ഞാൻ കാണുന്നു. പ്രൈസ് ഗോഡ്. 8-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ. അവർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടാരെ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തൻ്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്ക് തരയണം എന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, നിങ്ങൾ നോക്കി, ഈ ശിമയോൻ ചോദിച്ചത് ഞാൻ വല്ലവരുടെ മേൽ കൈവച്ചാൽ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കണം, ഈ അധികാരം ചോദിച്ചുള്ളൂ. മറ്റൊരു വ്യക്തിയെ ആത്മീയമായി ഒന്ന് ഉയർത്താൻ, അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊടുക്കാൻ അപ്പോസ്തലന്മാർ കൈവച്ചപ്പോൾ കിട്ടിയതുപോലെ
ഞാൻ കൈവച്ചാലും കിട്ടണം, അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഭൗതികമായൊരു നേട്ടത്തിന് വേണ്ടിയല്ല. ഞാൻ പ്രാർത്ഥിച്ചാൽ അഭിഷേകം പ്രാപിക്കണം, ഞാൻ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചാൽ അഭിഷേകം പ്രാപിക്കണം. അടുത്ത വാക്യം. പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്ന് നീ നിരൂപിക്ക കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായക കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. നീ മതി. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലാത്തത് കൊണ്ട്, നിന്റെ ഹൃദയം ദൈവത്തിൽ നേരുള്ളതല്ലാത്തതുകൊണ്ട് ദൈവം ഹൃദയങ്ങളെ നോക്കുന്നുണ്ട്. അപ്പം നല്ല വിത്ത് നല്ല ഹൃദയത്തിൽ വീണ് ഫലം കൊടുക്കണമെങ്കിൽ നമുക്ക് ഒരു റോളുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകിയതും എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിച്ചതും. അപ്പം നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിച്ച് കൈകളെ കുറ്റമില്ലായ്മയിൽ കഴുകേണ്ട ഒരു ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ കൂടെ കടന്നു പോകുന്ന ചിന്തകളെ, നാം താലോലിക്കുന്ന ചിന്തകളെ നമുക്ക് മാത്രമേ അറിയാവൂ, ദൈവത്തിന്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളത്തിൽ ക്രിയ ചെയ്യുവാൻ നമ്മൾ ഈ ദിവസങ്ങളിൽ വളരെ പ്രാർത്ഥനയോടെ ഏൽപ്പിച്ചു കൊടുക്കണം. കർത്താവേ, ഈ വചനം എൻ്റെ ഹൃദയത്തിൽ വീണിട്ട് 100 മേനി വിളവ് കിട്ടാൻ ഇടയാക്കണമേ. പ്രൈസ് ഗോഡ്. അങ്ങനെ ഈ നാളുകളിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മെ പരിശുദ്ധാത്മാവ് ഒരുക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് രാവിലെ മനോഹരമായ ഒരു ക്ലാസ് ആയിരുന്നു വർക്കി സാർ എടുത്തത്. വേണമെങ്കിൽ നിങ്ങളതിൻ്റെ CD മേടിച്ച് കൊണ്ടുപോകണം. കാരണം എങ്ങനെ ഒരാളോട് സുവിശേഷം അറിയിക്കാം, പേഴ്സണൽ ഇവാഞ്ചലിസത്തിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള, ഞാൻ എഴുതിയിട്ടൊരു 5 കടലാസ് ഇതിനകത്ത് എഴുതിയിട്ടും ഓരോ പോയിൻ്റ് എഴുതിയിട്ടില്ല. 5 കടലാസുണ്ട്, 5 ഷീറ്റുണ്ട് എനിക്ക്. അത്ര ആഴത്തിലുള്ള ഒരു ടീച്ചിങ് ആയിരുന്നു രാവിലെ നടന്നത്. എങ്ങനെ പരിശുദ്ധാത്മാവിനെ എങ്ങനെ സുവിശേഷം അറിയിക്കാം. അതിനെ തുടർന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു ഭാഗമാണ് ഞാൻ രാവിലെ തുടങ്ങി വച്ചത്. സുവിശേഷം അറിയിക്കാൻ, സുവിശേഷം ആരെങ്കിലും കേൾപ്പിച്ചാൽ മതിയായിരുന്നെങ്കിൽ ഇവിടുത്തെ റേഡിയോയും TV-യും അതുപോലെയുള്ള ബ്രോഡ്കാസ്റ്റിംഗ് സംവിധാനങ്ങളും മതിയായിരുന്നു. ബില്ലി ഗ്രഹാമിൻ്റെ ഒരു പ്രസംഗം എടുത്ത് ആഫ്രിക്കയിലോട്ടും അന്റാർട്ടിക്കയിലോട്ടും എല്ലായിടത്തും അയക്കുക. റെയ്നാഡ് ബോങ്കയുടെ പ്രസംഗം എടുത്ത് വചനം ചെന്നിട്ടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് അയക്കുക. ദേവദാസന്മാരുടെ ഏറ്റവും നല്ല പ്രസംഗങ്ങൾ എടുത്ത് CD-യിലാക്കി കേൾപ്പിക്കുക. എന്ത് എളുപ്പത്തിൽ കഴിഞ്ഞാൽ. പ്രൈസ് ഗോഡ്. അതെല്ലാം ഒരു മുഖാന്തരങ്ങളെന്ന് മാത്രമേ ഉള്ളൂ. സുവിശേഷം അറിയിക്കാൻ നമ്മൾ തന്നെ പോകണം. നമ്മൾ തന്നെ പോകണം. നമ്മൾ ദൈവത്തിൻ്റെ വചനവുമായി പോകാൻ ദൈവം ആവശ്യപ്പെട്ടിരിക്കുമ്പോൾ ആ വാക്യത്തിന് ഒരു മറുവാക്യമില്ല. ദർ ഈസ് നോ ഓൾട്ടർനേറ്റീവ്. അപ്പം നമ്മൾ പോകണമെങ്കിൽ, നമ്മൾ പറയണമെങ്കിൽ, ആ പറയുന്നത് ഇഫക്റ്റീവ് ആകാൻ നമുക്ക് ചില ക്വാളിഫിക്കേഷൻസ് ആവശ്യമുണ്ടല്ലോ എന്ന് ചിന്തിച്ചപ്പോൾ ഇന്ന് രാവിലെ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ കൂടെ എൻ്റെ മനസ്സ് കടന്നുപോയി. അങ്ങനെയാണ് ഞാൻ ഇന്ന് രാവിലെ തുടങ്ങി വച്ചത്. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ 13 അധ്യായങ്ങളുണ്ട്. ഈ 13 അധ്യായങ്ങളിൽ നിന്ന് ചില ഭാഗങ്ങൾ മാത്രം ഇന്ന് രാത്രി ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഒരു മനുഷ്യനെ ഉപയോഗിക്കുന്നത് എങ്ങനെ, ദൈവം എന്നെ ഉപയോഗിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, ഈ 2 കാര്യങ്ങളും ഈ വിഷയത്തോട് ചേർന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. പ്രൈസ് ഗോഡ്. നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളാണ് സ്റ്റേജ് 1, ഒന്നാമത്തെ സ്റ്റെപ്പ്. ഹഗല്യാവിൻ്റെ മകനായ നെഹമ്യാവിൻ്റെ ചരിത്രം. 20-ാം ആണ്ടിൽ കിസ്ലേവ് മാസത്തിൽ ഞാൻ ശൂഷൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചും ചോദിച്ചു.
പ്രൈസ് ഗോഡ്. അല്ലേ, ശൂഷൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ യഹൂദയിൽ നിന്ന്, യെരുശലേമിൽ നിന്ന് വന്ന സഹോദരന്മാർ ചിലർ, യഹൂദന്മാരെ ചിലർ, അവരോട് നെഹമ്യാവ് യെരുശലേമിനെക്കുറിച്ചും അവിടെ പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ മനുഷ്യരെക്കുറിച്ചും ചോദിച്ചു. പ്രൈസ് ഗോഡ്. ആദ്യം നമുക്കുണ്ടാകേണ്ടത് ഒരു ഇൻട്രസ്റ്റാണ്. യെരുശലേമിനെക്കുറിച്ചും പ്രവാസം തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെ കുറിച്ചുമുള്ള ഒരു ഇൻട്രസ്റ്റ്, അവരെങ്ങനെ ആയിരിക്കുന്നു എന്നറിയാനുള്ള ഒരു താല്പര്യം. പ്രൈസ് ഗോഡ്. നെഹമ്യാവിനെ സംബന്ധിച്ചിടത്തോളം രാജകൊട്ടാരത്തിലാണ്. അവിടെ നിന്ന് സന്തോഷം എനിക്കൊന്ന് എൻ്റെ സച്ചിൻ ഇതൊന്ന് ശരിക്കും ഇഷ്ടം. അവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫീഡ്ബാക്ക് തന്നാൽ അവിടെ ശരിയായിരിക്കും, ചിലപ്പോൾ ഇവിടെ നോക്കിയാൽ മതി. അവരെ സംബന്ധിച്ചിടത്തോളം നെഹമ്യാവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത ജീവിതമാണ്. രാജാവിൻ്റെ പാനപാത്രവാഹകനായിട്ട് കൊട്ടാരത്തിൽ സുഖമായി ജീവിക്കുകയാണ്. അവിടെ പ്രൈസ് ഗോഡ് രാജധാനിയിൽ താമസിക്കുമ്പോൾ, ശൂഷൻ രാജധാനിയിൽ താമസിക്കുമ്പോൾ തനിക്ക് ഒരിക്കലും കുറവില്ല. എങ്കിലും തൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണമായ യെരുശലേമിനെ കുറിച്ച് ചോദിച്ചു. പ്രൈസ് ഗോഡ്. ബേസ് കുറവാതെ ട്രബിൾ വേണ്ടത്. പിതാക്കന്മാരുടെ കല്ലറിലിരിക്കുന്ന പട്ടണമായ യെരുശലേമിനെ കുറിച്ച് ചോദിച്ചു. പ്രൈസ് ഗോഡ്. അവിടുത്തെ പ്രവാസത്തിന് തെറ്റി ഒഴിഞ്ഞു പോയ മനുഷ്യരെക്കുറിച്ച്, അവിടെയുള്ള യഹൂദ്യരെക്കുറിച്ച് ചോദിച്ചു. പ്രൈസ് ഗോഡ്. ആദ്യം നമുക്ക് കഷ്ടത്തിലിരിക്കുന്ന, പ്രയാസത്തിലിരിക്കുന്ന, പ്രതികൂലത്തിലിരിക്കുന്ന നമ്മുടെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമായ മനുഷ്യരെക്കുറിച്ചുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകണം. ഒന്ന്. അടുത്ത വാക്യം. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. പ്രൈസ് ഗോഡ്. പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. ജനത്തിൻ്റെ സ്ഥിതി മഹാകഷ്ടത്തിൽ, അപമാനത്തിൽ. പ്രൈസ് ഗോഡ്. ശരിയായിട്ടില്ല കേട്ടോ. വായിച്ചോ, അടുത്ത വായിച്ചോ. യെരുശലേമിന്റെ മതിലിടിഞ്ഞും അതിന്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. യെരുശലേമിന്റെ സ്ഥിതി, അതിൻ്റെ മതിലിടിഞ്ഞ് വാതിലുകൾ തീ കൊണ്ട് ചുട്ടും കിടക്കുന്നു. പ്രൈസ് ഗോഡ്. യെരുശലേമിന്റെ മതിലിടിഞ്ഞ് വാതിലുകൾ തീ കൊണ്ട് ചുട്ടും കിടക്കുന്നു. പ്രൈസ് ഗോഡ്. അപ്പം ജനം മഹാകഷ്ടത്തിലും അപമാനത്തിലും. യെരുശലേമിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നു, വാതിലുകൾ തീ കൊണ്ട് ചുട്ട് കിടക്കുന്നു. പ്രൈസ് ഗോഡ്. 4 കാര്യമാണ് മനസ്സിലാക്കിയത്. ഒന്ന്, മതിലിടിഞ്ഞു കിടക്കുന്നു, വാതിലുകൾ തീ കൊണ്ട് ചുട്ട് കിടക്കുന്നു. 2 കാര്യം, ജനം മഹാകഷ്ടത്തിലും അപമാനത്തിലും ആയിരിക്കുന്നു. പ്രൈസ് ഗോഡ്. സച്ചിൻ അവിടെ പോയി ഇരിക്കാതെ ഇവിടെ വന്ന് കേട്ടിട്ട് കറക്റ്റ് ചെയ്ത് കാണിച്ചിട്ട് എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലല്ലേ. അടുത്തത് 3-ാം വാക്യം ഇരിക്കുന്നെന്ന് പറഞ്ഞു. ഇതിനോടുള്ള പ്രതികരണം 4-ാം വാക്യം. ഇത്ര ഓളിയും വേണ്ട, മുഴക്കവും വേണ്ട. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു. കുറേ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞതെന്തെന്നാൽ, പ്രൈസ് ഗോഡ്, ഈ വർത്തമാനം കേട്ടപ്പോൾ, രാവിലെ കൊണ്ടുവന്ന സെറ്റിങ്ങിൽ കൊണ്ടുവന്ന രാവിലെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു. ഒന്ന്, കുറേ നാൾ ദുഃഖിച്ചു ഉപവസിച്ചു സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു ദൈവികമായ നിയോഗത്തിന് വിളിക്കപ്പെട്ടൊരു വ്യക്തി, ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ ശക്തി അറിഞ്ഞൊരു വ്യക്തി, ന്യായപ്രമാണം ജീവിതത്തിൽ പാലിക്കുന്നൊരു വ്യക്തി, ഭക്തനായൊരു മനുഷ്യൻ, ദൈവവചനവുമായി പ്രൈസ് ഗോഡ് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി നെഹമ്യാവിൻ്റെ ജീവിതത്തിൽ എടുത്ത സ്റ്റെപ്പുകൾ മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. നെഹമ്യാവിൻ്റെ ജീവിതത്തിലെടുത്ത സ്റ്റെപ്പെന്ന് പറയുമ്പോൾ, ഒന്ന്, ഇരുന്ന് കരഞ്ഞു. 2,
ഒരു വ്യത്യാസം വരുന്നില്ല. അതാ പറഞ്ഞത്. ഇതിനകത്ത് സച്ചിൻ ഇങ്ങോട്ട് വന്നേ, സച്ചിനോട് നിന്നിട്ട് ഇത് കേക്ക് കുറച്ച് തരാം, എന്നിട്ട് ചെയ്തിട്ട് എന്നിട്ട് അടപ്പിട്ട് തിരിക്കും. ഇവിടെ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ പറയാമോ? അപ്പം നെഹമ്യാവ് ഇരുന്ന് കരഞ്ഞു, ദുഃഖിച്ചു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. പ്രൈസ് ഗോഡ്. ഒരു ദൈവത്തിൻ്റെ നിയോഗത്തിന് വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയുടെ ജീവിതത്തിൽ ആദ്യം വേണ്ടത് നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ച് കരയുന്നൊരു ഹൃദയം ഉണ്ടാകണം. പ്രൈസ് ഗോഡ്. നിങ്ങൾ കരഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഇപ്പോൾ കരയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. ഈ നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ഒരു കരയുന്ന ഒരാത്മാവ് നമുക്ക് കിട്ടിയാൽ, നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ റോഡിൽ കൂടെ നടന്നു പോകുന്ന ഒരാളെ കാണുമ്പോൾ കരച്ചിൽ വരും. രക്ഷിക്കപ്പെടാത്ത ഒരാളെ കാണുമ്പോൾ കരച്ചിൽ വരും. ഇവിടുത്തെ ഈ MOH ഇത്തിരി കൂട്ടി നോക്കി. പ്രൈസ് ഗോഡ്. രക്ഷിക്കപ്പെടാത്ത ഒരാളെ അവർ നടന്നു പോകുന്നത് കാണുമ്പോൾ കരച്ചിൽ വരും. ഇത് ഒരു സൈഡാണ്. ഇനി രണ്ടാമത്തെ സൈഡ്, നൗ ഇറ്റ് ഈസ് ഇംപ്രൂവിങ്. രണ്ടാമത്തെ സൈഡ്, ഒരാൾ രക്ഷിക്കപ്പെടുന്നത് കാണുമ്പം കരച്ചിൽ വരും. ദൈവവചനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രസംഗിക്കണ്ട, ആരെങ്കിലും പ്രസംഗിച്ചാൽ മതി. യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാൻ ഒരു വ്യക്തി തയ്യാറാകുന്നത് കാണുമ്പോൾ ഹല്ലേലൂയ, അറിയാതെ നമ്മുടെ കണ്ണുകൾ നിറയും. പ്രൈസ് ഗോഡ്. ഒരു സുവിശേഷത്തിൻ്റെ ആത്മാവ് ഉള്ളൊരു വ്യക്തിയെ പലപ്പോഴും അങ്ങനെയാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത്. സുവിശേഷത്തിൻ്റെ ആത്മാവുള്ളൊരു വ്യക്തിക്ക് ദൈവത്തിന് സ്തോത്രം. ഞാനിത് അങ്ങ് വലിച്ചെടുക്കുകയാണ്. ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു സ്ട്രെയിൻ എടുത്ത് വരുന്നു. സുവിശേഷത്തിൻ്റെ ആത്മാവുള്ള ഒരു വ്യക്തി, ദൈവത്തിന് സ്തോത്രം, ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത് കണ്ടാൽ അപ്പോൾ കരയും. ആദ്യത്തെ കരച്ചിൽ ഇവൻ നരകത്തിലേക്ക് പോകുന്നല്ലോ ദുഃഖം കൊണ്ട്. രണ്ടാമത്തെ കരച്ചിൽ ഇവൻ സ്വർഗത്തിനാദായമായല്ലോ സന്തോഷം കൊണ്ട്. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഈ രണ്ട് കരച്ചിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ സുവിശേഷത്തിൻ്റെ ഒരു ആത്മാവിൽ സന്തോഷിക്കാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. പ്രൈസ് ഗോഡ്. രണ്ടാമത്തേത്, ദുഃഖിച്ചു. കരച്ചിലും ദുഃഖവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കരച്ചിലും ദുഃഖവും തമ്മിലുള്ള വ്യത്യാസം, കരച്ചിൽ ഒരു കുറച്ച് നേരത്തേക്ക് കാണത്തുള്ളൂ, ദുഃഖം കുറേ നേരത്തേക്ക് കാണും, കുറേ ദിവസത്തേക്ക് കാണും. പ്രൈസ് ഗോഡ്. കരച്ചിൽ കുറച്ച് ദിവസത്തേക്ക് കാണത്തുള്ളൂ, ദുഃഖം കുറേ നേരത്തേക്ക്, കുറേ ദിവസത്തേക്ക് കാണും. ദൈവമക്കളെ, ഹല്ലേലൂയ. നശിച്ചു പോകുന്ന ആത്മാവെക്കുറിച്ചുള്ള ഭാരം ഒരു പ്രസംഗം കേൾക്കുമ്പോൾ മാത്രം വരുന്നതല്ല, ഒരു ദിവസത്തേക്ക് മാത്രം വരുന്നതല്ല, അത് നമ്മെ പിന്നെയും കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരനുഭവമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 3, ഈ രണ്ട് അനുഭവവും വരുമ്പോൾ ഉപവാസം, സുവിശേഷത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ഉപവസിക്കുന്നൊരനുഭവം വരും. പ്രൈസ് ഗോഡ്. അങ്ങനെ ഉപവസിക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കാൻ തുടങ്ങും. പ്രൈസ് ഗോഡ്. അപ്പോൾ 4 സ്റ്റെപ്പിലാണിത് തുടങ്ങുന്നത്. ഒരു ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ ദുഃഖം, കരച്ചിൽ, ദുഃഖം, ഉപവാസം, പ്രാർത്ഥന. ഇനി പ്രാർത്ഥന ആരംഭിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ,
പ്രാർത്ഥന ആരംഭിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ചുമ്മാ കയറി കർത്താവേ മതിൽ പണിയണമേ, അപമാനം മാറ്റണമേ, യേശുവിൻ്റെ രക്തത്താൽ ജയം, ദുഃഖം മാറട്ടെ, മതിൽ പണിയട്ടെ, വാതിൽ തുറക്കട്ടെ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊന്നും കാര്യം നടക്കുകയില്ല. എന്തുകൊണ്ട് നടക്കത്തില്ലെന്നറിയാമോ? അത് പറയുമ്പോൾ അത് സംഭവിക്കണമെങ്കിൽ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളുടെ നടക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അത് മനസ്സിലാകണമെങ്കിൽ പ്രാർത്ഥന എന്തായിരുന്നു എന്ന് നോക്കിയാൽ 5 മുതലുള്ള വാക്യങ്ങൾ. സ്വർഗത്തിലെ ദൈവമായ യഹോവേ, നിന്നെ സ്നേഹിച്ച് നിന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് നിയമവും ദയയും പാലിക്കുന്ന മഹാനും ഭയങ്കരനുമായ ദൈവമേ, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ ചെവി ശ്രദ്ധിച്ചും നിന്റെ കണ്ണ് തുറന്നും ഇരിക്കണമേ. ഞാനും എൻ്റെ പിതൃപാനവും പാപം ചെയ്തിരിക്കുന്നു. ആ പ്രാർത്ഥനയ്ക്കകത്ത് നമ്മൾ സാധാരണ കാണാത്തൊരു കാര്യം കിടപ്പുണ്ട്, എ കൺഫെഷൻ. പ്രൈസ് ഗോഡ്. ഞങ്ങൾ, ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയൻ്റെ പ്രാർത്ഥന കേൾക്കേണ്ടതിന്, പ്രൈസ് ഗോഡ്, നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും. നിന്റെ ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കുകയും. രാവും പകലും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി പറയണം, ഞാൻ രാവും പകലും പ്രാർത്ഥിക്കുക മാത്രമല്ല, ഓരോ പ്രാവശ്യവും ദൈവസന്നിധിയിൽ മുട്ടുകുത്തുമ്പോഴും എൻ്റെ ജീവിതത്തിൽ വന്ന പാപങ്ങൾ ഏറ്റുപറയാനുള്ളൊരു മനസാക്ഷിയും ഒരു ഒരുക്കവും ഉണ്ടായിരിക്കണം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. ഇന്നും പ്രാർത്ഥിച്ചു കാണും, രാവിലെയും പ്രാർത്ഥിച്ചു കാണും. കർത്താവേ എൻ്റെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞൊരൊറ്റ വാക്കിൽ മാത്രം പ്രാർത്ഥിക്കുന്നവരാണോ നമ്മൾ? പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയുടെ ഈ ഭാഗം എങ്ങനെയാണെന്നറിയാമോ? പാട്ടുകാരൻ പാടുന്നവരെ, തെറ്റുകുറ്റങ്ങൾ എന്നിൽ അറ്റ നിൻ്റെ കൃപയാൽ, തെറ്റുകുറ്റങ്ങൾ എന്നിൽ വന്നതളവറ്റ നിൻ്റെ കൃപയാൽ, മുറ്റും ക്ഷമിക്കണമേ അടിയാനെ ഉറ്റു സ്നേഹിപ്പവനേ. പ്രൈസ് ഗോഡ്. ഇത്രയും കൊണ്ട് നമ്മൾ നിർത്തുക. കർത്താവേ, ഏറ്റവും വലിയ ഏറ്റുപറച്ചിൽ ഇന്ന് പെന്തിക്കോസ്താൻ്റെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ ദൈവമക്കളെന്ന് പറയുന്നത് ഏറ്റവും വലിയ ഏറ്റുപറച്ചിൽ തന്നെ, കർത്താവേ എൻ്റെ കുറവുകൾ ക്ഷമിക്കണമേ. തീർന്നു. ഇനി ഇച്ചിരിയും കൂടെ ആത്മാർത്ഥമുള്ളവനാണ്, കർത്താവേ ഞാൻ കുറവുള്ളവളാണ്. പിന്നെ ഇച്ചിരിയും കൂടെ കടന്ന ഞാൻ പാറ്റയാണ്, കൃമിയാണ്, പൂച്ചയാണ്. മൺതരിയോളം താഴ്ത്തുന്നു, മൺപൊടിയോളം താഴ്ത്തുന്നു. ഇങ്ങനെയുള്ള ഭംഗി വാക്കുകൾ കൊണ്ട് കൺഫെഷൻ നിർത്തരുത്. കർത്താവേ, അപ്പ നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു, ഇനി നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. കൺഫെഷൻ ഷുഡ് ബി സ്പെസിഫിക്. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അപ്പോൾ ഓരോന്നായി നമ്മൾ ഏറ്റുപറയണം. കർത്താവേ, ഇന്ന വിഷയത്തിൽ ഞാൻ തെറ്റിപ്പോയി. ആ ഏറ്റുപറച്ചിൽ പലപ്പോഴും എഫക്റ്റീവ് ആകാത്തതിൻ്റെ കാരണം കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ വിഷയത്തിന് മുമ്പോട്ട് പോവുക. അതായത് നമ്മുടെ വൈകുന്നേരത്തെ പ്രാർത്ഥനയിലോ രാവിലത്തെ പ്രാർത്ഥനയിലോ നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവത്തെ സമീപിച്ചാലും ദൈവത്തെ ആശ്രയിച്ചാലും അത് എഫക്റ്റീവ് ആകാത്തതിൻ്റെ കാരണം, ഒന്നാമത്തെ കാരണം ഞാൻ പറയാം. പാപങ്ങൾ ഏറ്റുപറയേണ്ടത് വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്കും രാവിലത്തെ പ്രാർത്ഥനയ്ക്കും അല്ല. പിന്നെ എപ്പോഴാണ്? അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം അധ്യായം 16-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം 7-8 വായിച്ചു. എന്നാൽ
എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് എപ്പോഴാണ് ബോധം വരുത്തുന്നത്? നിങ്ങൾ ചെന്ന് പറ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് എപ്പോഴാണ് ബോധം വരുത്തുന്നത്? രാത്രി പ്രാർത്ഥിക്കുമ്പോഴാണോ? രാവിലെ പ്രാർത്ഥിക്കുമ്പോഴാണോ? ഞായറാഴ്ച സഭായോഗത്തിന് ചെല്ലുമ്പോഴാണോ? തിരുവത്താഴം ഉണ്ടെന്ന് കേൾക്കുമ്പോഴാണോ? പണ്ടൊരു സഭയിൽ വഴക്കുണ്ടായി, തിരുവത്താഴം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞില്ലെന്ന്. ചോദിച്ചോ പറയാം, ഞങ്ങൾ ഒരുങ്ങിയിട്ടില്ലെന്ന്. പാസ്റ്റർ ചോദിച്ചു, അങ്ങനെ കർത്താവ് വരുമ്പോൾ ആര് വന്നിട്ട് നിങ്ങൾ ഒരുങ്ങാൻ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പം എപ്പോഴാണ് പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നത്? പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നത് നീ പാപം ചെയ്ത നിമിഷത്തിൽ തന്നെ, നിന്റെ തെറ്റുപറ്റിയ നിമിഷത്തിൽ നിന്റെ ഉള്ളത്തോട് വാദിക്കാൻ തുടങ്ങും. ഉച്ചയ്ക്ക് 2 മണിക്ക് പാപം ചെയ്തിട്ടും വൈകുന്നേരം 7:30 പ്രാർത്ഥനയ്ക്ക് ഏറ്റുപറയാൻ നിൽക്കരുത്. ദാവീദ്, ശലോമോൻ ആലയം പ്രതിഷ്ഠിച്ചപ്പോൾ പാപം ചെയ്യാത്ത മനുഷ്യരില്ലല്ലോ. അവർ ജീവിതത്തിൽ പാപം ചെയ്തിട്ട് ഈ യെരൂശലേം ദേവാലയത്തിലേക്ക് തിരിഞ്ഞ് അവർ പ്രാർത്ഥിച്ചാൽ അവരുടെ പ്രാർത്ഥന കേട്ട് നീ അവരുടെ പാപങ്ങളെ ക്ഷമിക്കണമേ. പ്രൈസ് ഗോഡ്. അതെപ്പോൾ പ്രാർത്ഥിക്കണം? പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്നറിയണമെങ്കിൽ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് ദാവീദിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ ദാവീദിനെക്കുറിച്ചൊന്ന് പഠിച്ചാൽ മതി. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്ന ദാവീദിനെക്കുറിച്ച് പഠിച്ചാൽ മതി. അതുല്ലാം ഗുഹയിൽ ശൗലിനെ അടുത്ത് കിട്ടി. താൻ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത്, മൈതാനത്ത്, താഴ്വരയിൽ ഉറക്കത്തിൽ ശൗലിനെ കയ്യിൽ കിട്ടി. പ്രൈസ് ദി ലോർഡ്. യോവാബ് പറഞ്ഞു, ഒറ്റ കുത്തിയാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പം നിൻ്റെ പ്രശ്നം തീരുമെന്ന് പറഞ്ഞു. പക്ഷെ ദാവീദ് പറഞ്ഞു, അഭിഷിക്തൻ്റെ മേൽ കൈ വയ്ക്കരുത്, അതുകൊണ്ട് കൊല്ലുന്നില്ല. അവൻ്റെ വസ്ത്രത്തിൻ്റെ അഗ്രം കട്ട് ചെയ്തെടുത്തു. അവിടെ അടുത്ത വാക്യത്തിൽ ഇത് പറഞ്ഞതറിയാമോ? ദാവീദിൻ്റെ ഹൃദയം അപ്പം കുത്തിത്തുടങ്ങി. ദൈവമക്കളെ, ദൈവഹൃദയപ്രകാരമുള്ള ഒരു ഭക്തൻ്റെ ചിന്താഗതിയുള്ള, ദൈവത്തിൻ്റെ ചിന്താഗതിയുള്ള ഒരു ഭക്തൻ്റെ ഹൃദയത്തിൽ ദൈവവചനത്തിന് വിരുദ്ധമായി, ദൈവപ്രമാണങ്ങൾക്ക് വിരുദ്ധമായി, വിശുദ്ധിക്ക് വിരുദ്ധമായി, ദൈവിക കൽപ്പനകൾക്ക് വിരുദ്ധമായി എന്തെങ്കിലും ഒന്ന് ചെയ്യാനിടയായാൽ ആ നിമിഷത്തിൽ അവൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് കുത്താൻ ആരംഭിക്കും. നീട്ടിവെക്കല്ലേ, വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് വെക്കല്ലേ, രാവിലത്തെ പിറ്റേ ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് വെക്കല്ലേ, കാത്തിരിപ്പ് യോഗത്തിന് വേണ്ടി മാറ്റിവെക്കല്ലേ, ഉപവാസത്തിന് വേണ്ടി മാറ്റിവെക്കല്ലേ, തിരുവത്താഴത്തിന് വേണ്ടി മാറ്റിവെക്കല്ലേ. ആ നിമിഷം തന്നെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ നിനക്ക് കരുണ ലഭിക്കും. മറ്റത് കത്തോലിക്കൻ്റെ കുമ്പസാരമാകും. ഈ ഞായറാഴ്ച മുതൽ അടുത്ത ഞായറാഴ്ച വരെ ചെയ്ത പാപങ്ങൾ രാവിലെ പള്ളിയിൽ ചെന്നിട്ട് അച്ഛനോട് പറയുക. അത് തീർത്ത് പറയൂ. അതും പറയത്തില്ല. ഞാൻ ഏതാണ്ട് ഒരു പ്രായപൂർത്തിയാകുന്നത് വരെ കുമ്പസാരിച്ചിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ ടീനേജിൻ്റെ സമയത്തെ കുമ്പസാരിച്ചിട്ടുള്ളൂ. പ്രൈസ് ഗോഡ്. അത് കഴിഞ്ഞിട്ട് കുമ്പസാരിച്ചിട്ടില്ല. അന്ന് സ്റ്റാൻഡേർഡ് ഒരു പാറ്റേൺ ഉണ്ട്. എന്താണെന്ന് അറിയാമോ? അമ്മ പറഞ്ഞ കേൾക്കാതിരുന്നിട്ടുണ്ട്, അപ്പം പറഞ്ഞ കേൾക്കാതിരുന്നുണ്ട്. ഞാൻ അന്ന് കുമ്പസാരിച്ചുള്ള പാവമായി പറയുന്നത്. അമ്മ പറഞ്ഞത് കേൾക്കാതിരുന്നിട്ടുണ്ട്, അപ്പം പറഞ്ഞത് കേൾക്കാതിരുന്നിട്ടുണ്ട്, മൂത്തവർ പറഞ്ഞ് അനുസരിക്കാതിരുന്നിട്ടുണ്ട്, പിന്നെ കുരിശുവരെയും പ്രാർത്ഥനയും മുടക്കിയിട്ടുണ്ട്. പിന്നൊന്നുമില്ല.
ഇത്രയും പറയും. അച്ഛൻ പറയും 5 നന്മ പറഞ്ഞറിയും, 5 ആകാശങ്ങളിരിക്കുന്ന ചെല്ലിക്കോണം, പ്രായശ്ചിത്തം പോയി കുർബാന പറയും. ഇവിടെ നിന്ന് കുമ്പസാരിച്ചിട്ടുള്ള കത്തോലിക്കരോട് ചോദിച്ചാൽ അവർ പറയും ഇത്രയൊക്കെ അവർ കുമ്പസാരിച്ച് കാണത്തുള്ളൂ. ജയ്സ ശരിയാണോ? വേറെ ആരാ? വില്യംസ് ശരിയാണോ? വേറെ ആരോ കത്തോലിക്കൊന്ന് കൈ വയ്ക്കുക അല്ലാതെ ശരിയാണോ? ഇത്രയേ ഉള്ളൂ. ചുരുക്കം പറഞ്ഞാൽ വീട്ടുകാർ പറഞ്ഞാൽ കേട്ടിട്ടില്ല, ഇത് കേട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, വീട്ടിലെ മേശ തുറന്ന് 100 രൂപ കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ കുമ്പസാരത്തിൽ പറയുമോ? പറയുകയില്ല. പറഞ്ഞാൽ അച്ഛൻ അപ്പനോട് പറയുമെന്ന് പേടിച്ചിട്ട് പറയുകയില്ല. ഇതെങ്ങാനും പറഞ്ഞിട്ട് ചാക്കൊച്ച നിൻ്റെ മോൻ ഇന്ന് 100 രൂപ കട്ട കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്, കുമ്പസാര രഹസ്യം പറയത്തില്ലെന്നാ. പക്ഷേ ഇതൊക്കെ ശരിയാന്നേലും പറയത്തില്ല. ദൈവമക്കളെ, ഹല്ലേലൂയ. നമ്മളൊക്കെ ഈ പറയുന്ന കുമ്പസാരം ഇപ്പോഴും നടത്തിക്കൊണ്ട് പ്രാർത്ഥിക്കല്ലേ, സ്പെസിഫിക്കായിട്ട്. അങ്ങനെ കുമ്പസാരമല്ലാത്ത യഥാർത്ഥമായൊരു മാനസാന്തരത്തിൻ്റെ കൺഫെഷൻ ദൈവത്തോട് നടത്തുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തോട് മാത്രം കൺഫസ് ചെയ്തിട്ട് പരിപാടി അവസാനിപ്പിക്കാൻ പറ്റത്തില്ല, സെറ്റിലാവത്തില്ലെന്നറിയാം. ആമേൻ. ഒരു മനുഷ്യനും കൂടെ അതിനകത്ത് ഇൻവോൾവ് ആണെങ്കിൽ അവനോടും കൂടെ ചെന്ന് ക്ഷമ പറഞ്ഞിട്ടേ ഇത് സെറ്റിൽ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ അവനോട് സെറ്റിൽ പറഞ്ഞിട്ടേ ദൈവത്തോട് പറയത്തുള്ളൂ. ഇത് ഏതെങ്കിലും ഏതാദ്യം നടക്കുമെന്ന് എനിക്കറിയത്തില്ല. അത് ആത്മീയ നിലവാരം അനുസരിച്ചും വെളിപ്പാടനുസരിച്ചും ഇരിക്കും. ഏതായാലും ഒരു കാര്യം എനിക്കറിയാം, അവൻ്റെ മനസാക്ഷിക്ക് സ്വസ്ഥത വരണമെങ്കിൽ ഈ 2 സ്ഥലത്തും നിരപ്പ് പ്രാപിക്കണം. ഞാൻ പറയുന്നത് ശരിയാണെന്നോ എന്നൊരു സ്വതന്ത്രം പറയാം. ഞാൻ പ്രാക്ടിക്കൽ സൈഡാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ കൺഫെഷൻ ശ്രദ്ധിച്ചു നോക്കിയാൽ, ഞാനും ഇസ്രായേൽ മക്കളായ ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതിന് അവസാനിക്കുന്നത്, ഞാനും എൻ്റെ പിതൃഭവനവും പാപം ചെയ്തിരിക്കുന്നു. എന്തൊക്കെയാണെന്ന് വിശദീകരിച്ച് ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, നെഹമ്യാവ് പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്തൊക്കെയാണെന്ന് അറിയാമോ? 7-ാം വാക്യം. ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്വമായി പ്രവർത്തിച്ചിരിക്കുന്നു. ഞങ്ങൾ നിന്നോട് ഏറ്റവും വഷളത്വമായി പ്രവർത്തിച്ചിരിക്കുന്നു. നിന്റെ ദാസനായ മോശയോട് നീ കൽപ്പിച്ച കൽപ്പനകളും ചട്ടങ്ങളും വിധികളും ഞങ്ങൾ പ്രമാണിച്ചിട്ടുമില്ല. ഞങ്ങൾ പ്രമാണിച്ചിട്ടില്ല. പ്രൈസ് ഗോഡ്. ഞങ്ങൾ കൽപ്പനകൾ പ്രമാണിച്ചിട്ടില്ല, വിധികൾ പ്രമാണിച്ചിട്ടില്ല. ദൈവമക്കളെ, ഹല്ലേലൂയ. ഒരു വിടുതലിന് വേണ്ടി സുവിശേഷം നീ അറിയിച്ച് ഒരു വിടുതൽ കിട്ടണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ പടി ഇൻട്രസ്റ്റ് മാത്രം പോരാ. പ്രൈസ് ഗോഡ്. കരച്ചിൽ മാത്രം പോരാ, ദുഃഖം മാത്രം പോരാ, ഉപവാസം മാത്രം പോരാ, വെറും പ്രാർത്ഥന മാത്രം പോരാ. അതിൻ്റെ പുറകിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരു വിശുദ്ധീകരണം ആവശ്യമാണ്. ഞാനീ പറഞ്ഞ ഈ സ്റ്റെപ്പാണ് നമ്മൾ യെശയ്യാ പ്രവചനത്തിൽ 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം, അതിൻ്റെ 6-ാം വാക്യം, അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. യാഗപീഠത്തിൽ നിന്ന് ഒരു തീക്കനൽ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ പറന്നു വന്നു. എന്നിട്ട് അതെന്റെ വായ്ക്ക് തൊടുവിച്ചു. എന്നിട്ട് ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഞാൻ നശിച്ചു, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളൊരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ വസിക്കുന്നു. പ്രൈസ് ഗോഡ്. യെശയ്യാവ് നോക്കിയപ്പോൾ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഇത് കണ്ട്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, എൻ്റെ ചുറ്റുപാട് പാർക്കുന്ന ആരുടെയും അധരങ്ങൾ ശുദ്ധമല്ല എന്ന് ഏറ്റുപറഞ്ഞ നിമിഷത്തിൽ സ്വർഗത്തിൽ നിന്ന്, യാഗപീഠത്തിൽ നിന്ന്
ഒരു കനലെടുത്ത് ദൂതൻ പറന്ന് വന്ന് എവിടെ തൊടുവിച്ചു? തലയിലല്ല തൊട്ടത്, കാലിലുമല്ല, കയ്യിലുമല്ല, ദേഹത്ത് ഒരിടത്തുമല്ല തൊട്ടത്. നിനക്ക് എവിടെ ശുദ്ധിയുണ്ടെന്ന് നീ പറഞ്ഞു, അവിടെ തൊട്ട് ശുദ്ധീകരിച്ചു. ഇതിനാൽ നിനക്ക് ശുദ്ധി വന്നിരിക്കുന്നു. ഏറ്റു പറഞ്ഞാൽ അവിടെ തൊടും, ഏറ്റു പറഞ്ഞാൽ അവിടെ തൊടും. ഈ കർത്താവിൻ്റെ വിശ്വസ്തതയാണ്. ഇങ്ങനെ ശുദ്ധീകരിച്ച് കഴിഞ്ഞ ശേഷം ആണ് 8-ാം വാക്യം. നിങ്ങൾ ദ്രോഹം ചെയ്താൽ ഞാൻ നിങ്ങളെ 8-ാം വാക്യം 6:8 യെശയ്യാവ്. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിന്റെ ശബ്ദം കേട്ടിട്ട്. അനന്തരം ഞാൻ കേട്ടു. ഒരു ശുദ്ധീകരണം നടന്നതിന് ശേഷമാണ് ഈ ശബ്ദം കേൾക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ആരാണ് സുവിശേഷം കൊണ്ടുപോകേണ്ടത്? വിശുദ്ധനാണ് സുവിശേഷം കൊണ്ടുപോകേണ്ടത്. യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് തൻ്റെ പാപങ്ങൾക്ക് പാപക്ഷമ കിട്ടിയ ഒരു വ്യക്തി വേണം മറ്റുള്ളവൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി യേശു ക്രിസ്തു കാൽവരിയിൽ മരിച്ചുവെന്ന ദൂതുമായി പോകേണ്ടത്. എന്തു ചെയ്യണം? ഓരോ ദിവസവും അതാത് നിമിഷങ്ങളിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക മാത്രമല്ല, സുവിശേഷത്തിന് വേണ്ടി പോകാനായിട്ട് ഒരു ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കണമെങ്കിൽ ആ ശബ്ദം നിന്നോട് ഇടപെടാൻ എന്ത് ചെയ്യണമെന്നറിയാമോ? ഇരുന്ന് പ്രാർത്ഥിച്ച് കുറവുകളെ ഏറ്റുപറഞ്ഞ് ഒരു ശുദ്ധീകരണം പ്രാപിച്ചു കഴിയുമ്പോൾ ഇതാ നീ പൊക്കോ എന്നൊരു ശബ്ദം കേൾക്കും. അല്ലാതെ ചെന്ന് സുവിശേഷം പറഞ്ഞതുകൊണ്ടോ ദുഃഖിച്ചതുകൊണ്ടോ കരഞ്ഞതുകൊണ്ടോ ഉപവസിച്ചതുകൊണ്ടോ പ്രൈസ് ഗോഡ് നമ്മൾ പറയുന്ന സുവിശേഷം ജനത്തിൻ്റെ ഇടയിൽ പ്രവർത്തിക്കണമെന്നില്ല. നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വിശുദ്ധീകരണം. കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട ഒരു അനുഭവത്തിൽ നാം ദൈവവചനം സംസാരിക്കണം. നാം പ്രസംഗിക്കുന്നതിന് മുമ്പ്, എനിക്കൊരു ദൈവവചന ശുശ്രൂഷയ്ക്ക് പോകുന്നതിന് മുമ്പ് വേണ്ട ക്വാളിഫിക്കേഷൻ, പ്രിപ്പറേഷൻ, ഹല്ലേലൂയ, കുറേ ഒത്തുവാക്യങ്ങൾ കണ്ടുപിടിക്കലല്ല. ഞാൻ തീർത്ത് പറയുന്നു, നിനക്ക് ദൈവവചനം സംസാരിക്കാൻ അവസരം കിട്ടിയാൽ അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്, ഞാൻ പ്രിപ്പയർ ചെയ്യുകയാണെന്ന് പറയുന്നത് ബൈബിള് മറിച്ച് നോക്കി എൻ്റെ പ്രസംഗത്തിന് പറ്റിയ വാക്യങ്ങൾ കണ്ടുപിടിച്ച് അതിനെ നോട്ടുണ്ടാക്കി ഒരു പ്രസംഗം തയ്യാറാക്കുന്നതല്ല പ്രിപ്പറേഷൻ. ആമേൻ. ശരിയായ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ദൈവസന്നിധിയിലിരുന്ന് കുറവുകൾ ഏറ്റുപറഞ്ഞ്, എൻ്റെ കർത്താവേ നീ എന്നെ വിശുദ്ധീകരിക്കണമേ, നിൻ്റെ വചനം വായിലെടുത്ത് നിൻ്റെ ജനത്തിനു വേണ്ടി നിൻ്റെ ജനത്തോട് സംസാരിച്ച് അവരെ കർത്താവിലേക്ക് നടത്താൻ തക്കവണ്ണം എന്നെ ഒന്ന് ശുദ്ധീകരിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തിലിരുന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം സകല പാപങ്ങളെയും പോക്കി ശുദ്ധീകരിക്കുന്നത് മനസ്സിലാക്കി കഴുകൽ പ്രാപിക്കുന്ന അവസ്ഥയാണ് പ്രിപ്പറേഷൻ. അല്ലാതെ കുറേ പ്രസംഗം ഉണ്ടാക്കുന്നതല്ല ദൈവമക്കളെ. നല്ല പ്രസംഗം ഉണ്ടാക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, അത് ജനത്തെ കേൾപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഉണ്ടാക്കിയതിനേക്കാൾ നല്ല പ്രസംഗം നിങ്ങൾ ചെന്ന് TV ഓൺ ചെയ്താൽ കേൾക്കാം. ഞാനിവിടെ പ്രസംഗിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി നല്ല പ്രസംഗം, അല്ലെങ്കിൽ 100 ഇരട്ടി നല്ല പ്രസംഗം നിങ്ങൾ യൂട്യൂബ് ഓൺ ചെയ്താൽ മതി. നല്ല നല്ല ദൈവദാസന്മാരുടെ പേരൊന്ന് കൊടുത്താൽ മതി. അവരുടെ ചിക്കാഗോയിൽ ചെയ്ത പ്രസംഗം, മലേഷ്യയിൽ ചെയ്ത പ്രസംഗം, പ്രൈസ് ഗോഡ്, ജപ്പാനിൽ ചെയ്ത പ്രസംഗം, അല്ലെങ്കിൽ ഇന്ത്യയിൽ ചെയ്ത പ്രസംഗം. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മാത്രമല്ല സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് ഈ പ്രസംഗത്തിൽ ഇത്ര പേര് തീരുമാനമെടുത്തു, അത്ര ശക്തമായ പ്രസംഗമാണ്. പ്രൈസ് ഗോഡ്. ഇപ്പോൾ സ്റ്റാർ നോക്കിയാൽ ഓരോരുത്തരൊന്ന് സെലക്ട് ചെയ്യുന്നത്. ഓരോരുത്തർ അഭിപ്രായം പറയും 4 സ്റ്റാർ 5 സ്റ്റാർ. ഒരു കാറ് മേടിക്കുമ്പോഴും നമ്മൾ ആളുകളുടെ അഭിപ്രായം നോക്കും, സർവേ നോക്കും. 5 സ്റ്റാർ ഉള്ളതാണെങ്കിൽ കൊള്ളാമെന്ന് പറയും. ദൈവമക്കളൊരു 5 സ്റ്റാർ പ്രസംഗം എടുത്തിട്ട് പ്രസംഗിക്കാൻ വേണമെങ്കിൽ, എന്നാലും നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു, സിനി പ്രസംഗിച്ചപ്പോൾ കേട്ടു, സോഡ കുപ്പിയുടെ സോഡ ഗ്ലാസ് പോലെയുള്ള കണ്ണാടിയും വെച്ച് ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, മത്തങ്ങ അക്ഷരത്തിലൊരു കടലാസിൽ എഴുതിക്കൊണ്ട് വന്ന് വായിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നൊരനുഭവം. അങ്ങനത്തെ ഒരു അനുഭവത്തിലേക്ക് ഞാനും നിങ്ങളും വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനാണ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ദൈവസന്നിധി ഇരിക്കണം. ദൈവസന്നിധി ഇരുന്നാൽ, ഞാൻ പറയട്ടെ, ദൈവസന്നിധിയിൽ ഇരുന്നാൽ നീ സംസാരിക്കേണ്ടത് സംസാരിക്കേണ്ട പോലെ സംസാരിക്കാൻ നിൻ്റെ നാവിൽ തരും. ദൈവസന്നിധി ഇരിക്കാതെ പോയാൽ എന്തുകൊണ്ട് ചെന്നാലും വേണ്ടതുപോലെ ചിലപ്പോൾ പ്രസംഗിക്കാനും പറ്റത്തില്ല. എന്നാൽ ദൈവസന്നിധി ഇരുന്നിട്ട് പോയാൽ കൊണ്ടുചെന്നത് മാറ്റിവെച്ചിട്ട് വേറെ പ്രസംഗിക്കാനും പറ്റും. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത്.
അപ്പം ഒന്നാമത് ഒരു ഇൻട്രസ്റ്റ്, ഇസ്രായേലിനെ കുറിച്ച്, യെരുശലേമിനെ കുറിച്ച്, സഹോദരന്മാരെ കുറിച്ച് ഒരു ഇൻട്രസ്റ്റ്. രണ്ടാമത് പ്രൈസ് ഗോഡ്, അവരുടെ ശോചനീയമായ അവസ്ഥ കേട്ടാൽ അതിൻ്റെ മുമ്പിൽ ഒരു കരച്ചിൽ, പ്രൈസ് ഗോഡ്, ഒരു ദുഃഖം, ഒരു ഉപവാസം, ഒരു പ്രാർത്ഥന, ഒരു കൺഫെഷൻ, പ്രൈസ് ഗോഡ്. ഇത്രയും കഴിയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ ഉള്ളിൽ ചില പ്ലാനുകൾ തരും. അത് ദൈവത്തിൻ്റെ ആത്മാവ് തരുന്നതാണ്. കർത്താവ് വിചാരിക്കും ഇവനെ ഞാൻ ഉപയോഗിക്കും. നിങ്ങൾക്കറിയാമോ യെരുശലേം മതിൽ ഇടിഞ്ഞ് തീ കൊണ്ട് ചുട്ട് കിടന്ന് എത്ര നാൾ കിടന്നെന്നറിയാമോ? ഹല്ലേലൂയ. BC 440 നെഹമ്യാവ് പോകുന്നത്. ബാബിലോൺ പ്രവാസത്തിലേക്ക് ജനം പോകുന്നത് 625 പ്രൈസ് ഗോഡ്. ഒടുവിൽ നെഹമ്യാവ് പോകുന്നത് 444 എത്ര വർഷമായി? 625 മൈനസ് 449. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഏതാണ്ട് 180 വർഷങ്ങൾ നെബൂഖദ്നേസറിൻ്റെ കാലത്ത് ഇടിച്ചതാണ്. നെബൂഖദ്നേസറിൻ്റെ കാലത്ത് തീ വെച്ചതാണ്. നെബൂഖദ്നേസർ സോറി, ബാബിലോൺ സാമ്രാജ്യം എടുത്ത് ഫാൾ ഓഫ് 586 ജെറുസലേം വീണത്. 586. നെഹമ്യാവ് പോകുന്നത് 44. പ്രൈസ് ഗോഡ്. അപ്പം 44 14 58 വർഷങ്ങൾ, 70 വർഷം കഴിഞ്ഞപ്പോൾ മടങ്ങി വന്നു പ്രവാസം കഴിഞ്ഞ്. അപ്പം 58 വർഷങ്ങൾ കിടന്നു. മതിൽ ഇടിഞ്ഞു കിടന്നു, വാതിൽ തീ കൊണ്ട് ചുട്ടുകിടന്നു, ജനം മഹാ കഷ്ടത്തിലും കിടന്നു. ദൈവത്തിന് പണിയാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണോ? അല്ല. പക്ഷേ ദൈവം ഈ ഇടിഞ്ഞ മതിലിനെ ഓർത്ത് ഉപവസിക്കാൻ ഒരുവനുണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നു. ഈ മഹാകഷ്ടത്തിലായിരിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി കരയുന്ന ദുഃഖിക്കുന്ന ഒരുവനുണ്ടോ എന്ന് അവൻ നോക്കിക്കൊണ്ടിരുന്നു. ചുമ്മാതല്ല, മഹാപ്രവാസകാലത്തെ പ്രവാചകനായിരിക്കുന്ന എസക്കിയേൽ പറയുന്നത്, എൻ്റെ ജനത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു. ദൈവമക്കളെ, ഈ എറണാകുളം പട്ടണം രക്ഷിക്കപ്പെടാത്തത്, ഈ എറണാകുളം പട്ടണം ആത്മീയമായി പണിയപ്പെടാത്തത്, പ്രൈസ് ഗോഡ്, ഞാനും നിങ്ങളും ഇടിവിൽ നിൽക്കാൻ മടി കാണിക്കുന്നത് കൊണ്ടാണെന്ന് വിചാരിച്ച് ഒരു തീരുമാനമെടുക്കാമോ? കർത്താവെ, ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദുഃഖിച്ച് ഏറ്റുപറഞ്ഞ് ഞങ്ങൾ ഈ പട്ടണം പണിയാൽ ഒരു ശുദ്ധീകരണം ഏറ്റെടുത്ത് ചില തീരുമാനങ്ങളെടുക്കും. ആ തീരുമാനമെടുക്കാൻ ഒരാളെ കിട്ടുന്നത് വരെ ദൈവം താമസിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവ് താമസിച്ചു. ഒടുവിൽ നെഹമ്യാവ് വിവരം അറിഞ്ഞു. അവൻ തീരുമാനമെടുത്തു. ദൈവം തീരുമാനിച്ചു നെഹമ്യാവിനെ അയക്കണം. പക്ഷേ നെഹമ്യാവിനെ അയക്കണമെന്ന് ദൈവം തീരുമാനിക്കുന്നതിന് മുമ്പ് നെഹമ്യാവ് ചിന്തിച്ചു, ഞാൻ പോകും. ആദ്യം ദൈവത്തിൻ്റെ ചോദ്യം എന്താണെന്നറിയാമോ? ഒരു കഷ്ടതയുടെ മധ്യേ, പ്രയാസത്തിൻ്റെ മധ്യേ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യരെ നോക്കിക്കൊണ്ട്, ഘട്ടത്തിലെ പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യരെ നോക്കിക്കൊണ്ട്, ഇടിഞ്ഞു കിടക്കുന്ന ദൈവികമായ കാര്യങ്ങളെ നോക്കിക്കൊണ്ട്, ഇടിഞ്ഞു കിടക്കുന്ന ഭവനങ്ങളെ നോക്കിക്കൊണ്ട്, ഇടിഞ്ഞു കിടക്കുന്ന ആത്മീയത്തെ നോക്കിക്കൊണ്ട് ദൈവം ആദ്യം പ്രൈസ് ഗോഡ് ചോദിക്കുന്ന ചോദ്യം എന്നറിയാമോ? ആർ നമുക്ക് വേണ്ടി പോകും? ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദ്യം ആരുടെ ചവിട്ടി പതിക്കും? ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യനിൽ പാർക്കുന്നു എന്ന് പറയുമ്പോൾ യാഗപീഠത്തിലെ കനൽ കൊണ്ടുവന്ന് ആരുടെ അധരത്തിൽ തൊട്ട ശേഷം ഇതിനാൽ നിനക്ക് ശുദ്ധി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ കേൾക്കും. ഞാനിവിടെ നിന്ന് എത്ര പ്രസംഗിച്ചാലും, നിങ്ങൾ എത്ര പ്രസംഗങ്ങൾ കേട്ടാലും, ഇറങ്ങാനുള്ളൊരു താല്പര്യം വരണമെങ്കിൽ അതിനു മുമ്പ് ഒരു ശുദ്ധീകരണം ഉണ്ടാകണം. അത് വ്യക്തികൾക്കുണ്ടാകണം, സഭയ്ക്കുണ്ടാകണം. അല്ലാതെ നമ്മൾ വിചാരിച്ചാൽ ഇറങ്ങാൻ പറ്റത്തില്ല. ദൈവം നമ്മെ അധികാരപ്പെടുത്തണം. ഈ പട്ടണത്തിലേക്ക് നമ്മെ അധികാരപ്പെടുത്തി അയക്കണം.
ആകയാൽ പുറപ്പെട്ടു പോകുവീൻ, സ്വർഗത്തിലും ഭൂമിയിലെ സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. അപ്പോൾ ആ അധികാരം നമുക്ക് തരത്തക്കവണ്ണം ദൈവം നമ്മെ അയക്കണമെങ്കിൽ നമ്മൾ ഈ ശബ്ദം കേൾക്കണം. ഞാൻ ആരെ അയക്കേണ്ടു, ഞാൻ ആരെ അയക്കേണ്ടെന്ന് ശബ്ദം കേട്ട് അതിനോട് പ്രതികരിക്കുമ്പോൾ, അടിയനിതാ എന്ന് പറഞ്ഞ് പ്രതികരിക്കുമ്പോഴാണ് ദൈവമക്കളെ ദൈവം നമ്മെ അയക്കുന്നത്. അതിന് ഒരു കൺഫെഷൻ മാത്രമല്ല, ഒരു പ്ലാൻ വേണം. ആ പ്ലാൻ എന്നാണെന്നറിയാമോ? അടുത്ത 2-ാം അധ്യായത്തിൽ വരുമ്പോൾ നെഹമ്യാവിൻ്റെ ആ പ്ലാൻ എന്താണെന്ന് കാണാൻ പറ്റും. നെഹമ്യാവ് എന്ത് ചെയ്യുന്നറിയാമോ? പിറ്റേന്ന് രാജാവിൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, എന്താ നിൻ്റെ മുഖം വാടിയിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം നെഹമ്യാവ് കൊടുത്ത മറുപടി 3-ാം വാക്യം. അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ടു രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകൾ ഉള്ള പട്ടണം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കെ എൻ്റെ മുഖം വാടാതെ ഇരിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. പിതാക്കന്മാരുടെ കല്ലറയുള്ള പട്ടണം ശൂന്യമായി കിടക്കുകയാണ്, വാതിലുകൾ തീ കൊണ്ട് വെന്ത് കിടക്കുകയാണ്, മതിലിടിഞ്ഞു കിടക്കുകയാണ്, ഇതുകൊണ്ടാണ് എൻ്റെ മുഖം വാടിയത്. ഇത് പറഞ്ഞപ്പോൾ രാജാവ് ചോദിച്ച ചോദ്യം ശ്രദ്ധിച്ചേ. രാജാവ് എന്നോട്, നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിന്റെ രാജാവ്, ഈ ഭൗതികമായ ലോകത്തിൽ നിനക്കുള്ള അധികാരികൾ നിന്നോട് ചോദിക്കും, നിനക്ക് ആവശ്യം എന്താണ്? അടുത്ത വാക്യം. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട്. നെഹമ്യാവിന്റെ പുസ്തകം വായിക്കുക, പലയിടത്തും ഈ പ്രയോഗം കാണാം. പ്രാർത്ഥിക്കാൻ വേണ്ടി വേറെ തലേ തുണിയിട്ട് പായൂട്ടിരിക്കണ്ട, നിൽക്കുന്ന നിൽപ്പിൽ. പ്രൈസ് ഗോഡ്. ഞാൻ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ടുള്ള അനുഭവങ്ങൾ പറയുന്ന കൂട്ടത്തിലൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളൊരു അധികാരിയെ കാണാൻ പോവുകയാണ്. ഒരു പ്രശ്നത്തിന് ആ വ്യക്തിയുടെ ഹൃദയത്തിന് മാറ്റം വരേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ അയാളുടെ മുമ്പിൽ പോയി ചെന്നിരുന്നിട്ട്, യേശുവിൻ്റെ രക്തത്താൽ ജയം, കർത്താവേ, ഈ മനുഷ്യൻ്റെ ഹൃദയത്തോട് എനിക്ക് വേണ്ടി ഇടപെടണമേ എന്ന് ആത്മാർത്ഥമായി മുട്ടിപ്പായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ, എത്ര ദേഷ്യത്തോടെ ഇരുന്ന് നിൻ്റെ അപേക്ഷ തള്ളിക്കളയാൻ പോയവനാണെങ്കിലും നീ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും, ആളുടെ മുഖത്തിൻ്റെ ഭാവം മാറുന്നു, അപേക്ഷ കയ്യിലെടുക്കുന്നു, സാങ്ഷൻ ചെയ്ത് കയ്യിൽ തരുന്നു. അനുഭവം ഒത്തിരി ഉള്ളതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നിങ്ങൾ എവിടെയായിരുന്നാലും അധികാരികളുടെ മുമ്പിലായിരിക്കുമ്പോൾ പ്രാർത്ഥനയോടെ കൈകാര്യം ചെയ്താൽ പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. നെഹമ്യാവിൻ്റെ ഒത്തിരി കാണാ ഭാഗം. പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു രാജാവിനോട്, രാജാവിന് തിരുവുള്ളമുണ്ടായി അടിയന് തിരുമുമ്പിൽ ദയ ലഭിച്ചു എങ്കിൽ, രാജാവിന് തിരുവുള്ളമുണ്ടായി അടിയനെ തിരുമുമ്പിൽ ദയ ലഭിച്ചുവെങ്കിൽ, അടിയനെ യഹൂദയിൽ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് ഒന്ന് അയക്കണമേ എന്നുണർത്തി. അടിയനെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് ഒന്നയക്കണമേ. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. എനിക്ക് ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് കുറേ സഹോദരന്മാർ വന്നിട്ടുണ്ടല്ലോ, അവരോട് നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്ക്, ഞാൻ പ്രാർത്ഥിച്ചോളാം. പറഞ്ഞു വിട്ടില്ല. ഇന്നത്തെ പലരും ചെയ്യുന്ന അങ്ങനെ. ഈ ന്യൂസ് കൊണ്ടുവന്ന സഹോദരന്മാരുണ്ടല്ലോ, അവരെ വിളിച്ചിട്ട് നിങ്ങൾ ചെന്ന് പണിയേ, ഞാൻ പ്രാർത്ഥിച്ചോളാം, പ്ലാനൊക്കെ വരച്ചു കൊടുക്കും. ഇതും കൊണ്ടുപോയി ആ കല്ലെടുത്ത് ഇവിടെ വയ്ക്കുക, ഈ കല്ലെടുത്ത് വയ്ക്കുക, ആവരെടുത്ത് അവിടെ വിട്ട്, ഇതെടുത്ത് ഇവിടെ വിട്ട്, ഇതൊക്കെ റിമോട്ടായിട്ട് പറഞ്ഞു കൊടുക്കും. പോരാ, സുവിശേഷ വേലയിൽ റിമോട്ട് കൺട്രോൾ ഇല്ല. നേരിട്ട് ഇറങ്ങി, നേരിട്ട് സമീപിച്ച്, നേരിട്ട് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ നേടുന്നൊരു പരിപാടി വ്യക്തിപരമായി ഏറ്റെടുക്കേണ്ടതാണ് സുവിശേഷ വേല. റിമോട്ട് കൺട്രോൾ ഇല്ല. പ്രൈസ് ഗോഡ്. നെഹമ്യാവ് പറഞ്ഞു, എന്നെ ഒന്ന് അയക്കണമേ. ഇനി നെഹമ്യാവ് എന്നെ ഒന്ന് അയക്കണമെന്ന് പറയുമ്പോൾ നെഹമ്യാവിന് ഉള്ള ചിന്ത എന്നാണെന്നറിയാമോ? അതറിയണമെങ്കിൽ താഴോട്ട് വായിക്കണം. അതിനു മുമ്പ് ഞാൻ പറയാം. നെഹമ്യാവിനുള്ള ചിന്ത നമ്മളാണെങ്കിൽ എന്നാ ചിന്തിക്കുന്നറിയാമോ? ഞാനങ്ങോട്ട് ചെന്ന് കുറേ ആളുകളെ കൂട്ടി ഇത് പണിയും. ഞാൻ ചെന്ന് യേശുവിൻ്റെ നാമത്തിൽ രക്തത്താൽ ജയം എന്നൊക്കെ പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ ശാസിച്ച് അങ്ങോട്ട് ശരിയാക്കും. നെഹമ്യാവിൻ്റെ ചിന്ത അതല്ലായിരുന്നു. നെഹമ്യാവിനറിയാം, ഞാൻ ഒറ്റയ്ക്ക് അങ്ങോട്ട് ചെന്നിട്ട് ലീവും കിട്ടി, നെഹമ്യാവ് അവിടെ ചെന്നാൽ പോയ പോലെ പട്ടി ചന്തയ്ക്ക് പോലെ തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യത്തില്ല. രാജാവ് ലീവും കൊടുത്ത് നെഹമ്യാവിനെ അയച്ചിട്ട് നെഹമ്യാവ് യെരൂശലേമിൽ ചെന്ന് ഇടിഞ്ഞു കിടക്കുന്ന മതിലും ഇടിഞ്ഞു കിടക്കുന്ന വാതിലും ഇതെല്ലാം കണ്ടിട്ട് ആദ്യം തലയ്ക്ക് കൈ, എൻ്റെ അമ്മോ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്ന് പറയും. മാത്രമല്ല
ഇതെന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, തിരിച്ചു പോരും. എന്നാൽ രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുന്നതിന് മുമ്പ് തന്നെ നെഹമ്യാവിന് ഉള്ളിൽ വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു. എന്നാണെന്നറിയാമോ? രാജാവിൻ്റെ പാനപാത്രവാഹകൻ എന്നുള്ള നിലയ്ക്ക് എനിക്കുള്ള സകല റിസോഴ്സുകളും ഉപയോഗിച്ച് ഞാൻ ഈ മതിൽ പണിയും. ഞാൻ ചോദിക്കട്ടെ, നമ്മളുടെ ചില വിഷയങ്ങളങ്ങ് ഏറ്റു കഴിഞ്ഞാൽ നമ്മുടെ സകല റിസോഴ്സ് ഉപയോഗിക്കും അല്ലേ? നമുക്ക് പറയാവുന്നവരോടെല്ലാം പറഞ്ഞ്, കാണുന്നവരെല്ലാം പറഞ്ഞ്, വിൽക്കേണ്ടതെല്ലാം വിറ്റതെല്ലാം സ്വരുക്കൂട്ടി, പ്രൈസ് ഗോഡ്, നമ്മുടെ സകല റിസോഴ്സുകളും ഉപയോഗിക്കും. അതുപോലെ തന്നെ സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ നിനക്കുള്ള സകല റിസോഴ്സുകളും ഈ സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഉള്ള ഒരു തീരുമാനം മനസ്സിലുണ്ടാകണം. എന്തുവരെ തീരുമാനം അറിയാമോ? 2-ാം അധ്യായത്തിൻ്റെ 7-8. രാജാവിന് തിരുവുള്ളമുണ്ടായി, ഞാൻ യഹൂദയിൽ എത്തും വരെ നദിക്ക് അക്കരെയുള്ള ദേശാധിപതിമാർ എന്നെ കടത്തി വിടേണ്ടതിന് അവർക്ക് എഴുത്തുകളും ആലയത്തോട് ചേർന്ന് കോട്ടവാതിലുകൾക്കും പട്ടണത്തിന്റെ മതിലിനും ഞാൻ ചെന്നു പാർപ്പാനിരിക്കുന്ന വീട്ടിനും വേണ്ടി ഉത്തരം മുതലായവ ഉണ്ടാക്കുവാൻ രാജാവിന്റെ വനവിചാരകനായ ആസഫ് എനിക്ക് മരം തരേണ്ടതിന് അവന് ഒരു എഴുത്തും നൽകണമേ എന്ന് ഞാൻ രാജാവിനോട് സ്പെസിഫിക് പ്ലാൻ ഉണ്ടായിരുന്നു. രാജാവേ, എനിക്കൊരു എഴുത്ത് തരണം, അല്ല എഴുത്തുകൾ തരണം. എന്തിനെന്നറിയാമോ? ഞാൻ ചെന്ന് കഴിയുമ്പോൾ അവിടെ മരം ആവശ്യമുണ്ട്, ഉത്തരമുണ്ടാക്കണം, വാതിലുണ്ടാക്കണം, പല ആവശ്യവുമുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കല്ലും മണ്ണും അവിടെ കിടപ്പുണ്ട്, അത് ഞാൻ പിറക്കിയെടുത്ത് പണിതോളാം. പക്ഷേ വാതിലുകൾ വയ്ക്കുവാൻ മരം ആവശ്യമുണ്ട്. അതുകൊണ്ട് വനവിചാരകന്മാർക്ക് എഴുത്ത് തരണമേ. ആസാഫിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് വെറുതെയല്ല പോകുന്നത്, രാജാവിൽ നിന്ന് അവിടെ ചെന്ന് ചെയ്യാനുള്ളത് മുഴുവൻ ചെയ്യാനായിട്ടുള്ള അധികാരം മാത്രമല്ല, അതിന് വേണ്ടതൊക്കെയും സംഘടിപ്പിക്കാനുള്ള, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, മാർഗവും കൂടെ അറിഞ്ഞിട്ടാണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തെ സ്തോത്രം. ഇന്ന് പകൽക്കാലം നീ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മഹാരാജാവായ ദൈവത്തോട് പറയണം, കർത്താവേ, എന്നെ അധികാരം നിന്ന് അയച്ചാൽ മാത്രം പോരാ, ഞാൻ ചെല്ലുന്നിടത്ത് ഇന്ന 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 വിധത്തിൽ കാര്യങ്ങൾ ചെയ്യാനുള്ളതിനുള്ള എഴുത്തുകളും എനിക്ക് തരണമേ, ആലോചനകൾ എനിക്ക് തരണമേ, അതിനുള്ള മറുപടി എനിക്ക് തരണമേ, അതിനുള്ള വഴി എനിക്ക് തുറന്ന് തരണമേ. ഹല്ലേലൂയ. വനവിചാരകനായ ആസാഫിൻ്റെ കയ്യിൽ വെട്ടിയിട്ടിരിക്കുന്ന മരം അവിടെ കിടന്നാൽ പോരാ കർത്താവേ, അത് എൻ്റെ കയ്യിൽ വരണം. എൻ്റെ കയ്യിൽ വന്നാൽ ഞാനത് ഉപയോഗിച്ച് ഇടിഞ്ഞു കിടക്കുന്ന ആലയം, അതിൻ്റെ ഇടിഞ്ഞു കിടക്കുന്ന വാതിലുകൾ പണിയും. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്ന വ്യക്തികളോട് ഞാൻ പറയട്ടെ, റിസോഴ്സുകൾ സ്വർഗത്തിലെ ദൈവ പല പല സ്ഥലങ്ങളിൽ കിടക്കുന്നത് നിന്റെ കയ്യിൽ കൊണ്ടുവരത്തക്കവണ്ണം ഒരു പ്രാർത്ഥന ഉയർന്നാൽ അവിടെ വച്ച് അവൻ സാങ്ഷൻ ചെയ്യത്തക്കവണ്ണം എഴുത്തുകൾ കയ്യിൽ തരും. നീ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്ന് അത് ഒഴുകി വരും. ഇവിടെ രഗതക ഞാൻ ലഗതക സന്ദര ഹസ്തനെ ജൗഡ രഗതക രഷന്തര, ദൈവവൈതലേ, ഒഴുകി വരും. ഇന്ന് ഞാൻ ഒരു സത്യം പറയാം, സുവിശേഷ വേലയ്ക്ക് പണമില്ലാത്തത് കൊണ്ട്, സുവിശേഷം അറിയിക്കാൻ, സുവിശേഷ വേല ചെയ്യാൻ കാശില്ലാത്തത് കൊണ്ട് ഫെയ്ത്ത് സിറ്റിക്ക് ഒരൊറ്റ പ്രോഗ്രാം നടക്കാൻ പറ്റാതെ പോയിട്ടില്ല. നിങ്ങൾ ദൈവകൃപയിൽ ആശ്രയിച്ച് പ്ലാൻ ചെയ്താൽ അതിൻ്റെ വഴികൾ തുറന്ന് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ നിനക്ക് എന്താണ് വേണ്ടതെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ അത് ഏറ്റവും മെച്ചമായി തന്നെ നിൻ്റെ കയ്യിൽ കൊണ്ട് തന്ന് അത് ഉപയോഗിക്കുന്നത് കണ്ട് സ്വർഗം സന്തോഷിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കി സ്തോത്രം ചെയ്ത് ആരാധിക്കാം. പ്രൈസ് ഗോഡ്. ഞാൻ 1-2 ഉദാഹരണങ്ങൾ ഫെയ്ത്ത് സിറ്റിയുള്ള ബന്ധത്തിൽ തന്നെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ വർഷം, അതായത് 2011 ഏതാണ്ട് നവംബർ മാസത്തിലാണ് ഞാനൊരു നാളുകളായിട്ടുള്ളൊരു ആഗ്രഹം 2012 നടപ്പാക്കണമെന്ന് ചിന്തിച്ചത്. പ്രൈസ് ഗോഡ്. എൻ്റെ നാളുകളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു കാരവൻ, നമ്മുടെ ലോറി. ഇത് ഞാൻ സിബിയോട് പറയുന്നത് നവംബർ മാസത്തിൽ, അല്ലേ? ഞാൻ സിബിയോട് പറയുന്നത് നവംബർ മാസത്തിലാണ്. സിബി, നമുക്ക് ലോങ് ചാസിസ് ഉള്ള ഒരു ലോറി വേണം. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞതിൻ്റെ 4th ഡേ ആണോ 3rd ഡേ ആണോന്ന് അറിയത്തില്ല, സിബി എനിക്ക് ഫോൺ ചെയ്തു. ഇന്നോടത്ത് ഇന്ന മാതിരിയുള്ള ഒരു വണ്ടിയുണ്ട്, ഏതോ അലൂമിനിയം കമ്പനിയുടെ അലൂമിനിയം കയറ്റാൻ. അലൂമിനിയത്തിൻ്റെ ഗുണം എന്നാണെന്നറിയാം, വെയിറ്റ് ഇല്ല. എന്തോ PVC.
PVC അലുമിനിയം PVC കയറ്റുന്ന ലോറി. ഒരു ലോറി നിറച്ചും കയറ്റിയാലും 2 ടണ്ണേ കാണത്തുള്ളൂ കൂടി ഒന്നും അല്ലേ. അപ്പോൾ ആ ലോറി ഒരെണ്ണം കിട്ടാനുണ്ട് എന്ന് പറഞ്ഞാൽ ഓടി അലയാത്ത കണ്ടീഷനുള്ളൊരു ലോറി കിട്ടാനുണ്ട്. ഞാൻ എവിടെയാണെന്ന് ചോദിച്ചു, തൃശ്ശൂർ. ഞാൻ പറഞ്ഞു വിട്ടോളാൻ പറഞ്ഞു, സംഗതി എടുത്തോളാൻ പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് സിബി പോയി വീണ്ടും അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല വണ്ടിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേറെ ഒന്നും നോക്കണ്ട, എടുത്തോളാൻ പറഞ്ഞു. ദൈവമക്കളെ, ഹല്ലേലൂയ, നിൻ്റെ ഹൃദയത്തിലൊരാഗ്രഹം തന്ന 4-ാം ദിവസം ഏറ്റവും നല്ലത് എവിടെയുണ്ടെന്ന് വെളിപ്പെടുത്തി അവിടെ നിന്നെ കൊണ്ടുപോയി അത് കച്ചവടമാക്കി അത് ഓടിച്ച് ഇവിടെ കൊണ്ടുവരുവാൻ തക്കവണ്ണം സഹായിക്കുന്നൊരു ദൈവമുണ്ടെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇത് വിശ്വസിക്കണ്ട, ഇത് അനുഭവിച്ച സത്യമാണ്. ഇത് അനുഭവിച്ച സത്യമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇല്ല, 31-ാം തീയതി ഉണ്ടെന്ന് കേട്ടതല്ലേ? അപ്പം ഒരാഴ്ച മുമ്പാണ് ഞാൻ പറഞ്ഞത്, സമയം അധികം എടുത്തില്ല. ഡിസംബർ 31-ാം തീയതി തൃശ്ശൂരിൽ നിന്ന് ആ വണ്ടി ഓടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടു. അന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഹല്ലേലൂയ, നിങ്ങളെല്ലാവരും ആ വണ്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ പോകാവൂ. ചിലരൊക്കെ പറഞ്ഞു നെബൂഖദ്നേസറിൻ്റെ ബിംബം നിർത്തി പാസ്റ്റർ പ്രാർത്ഥിപ്പിക്കാൻ വിട്ടണമെന്നൊക്കെ പറഞ്ഞു. പോട്ടെ, അതൊന്നും എനിക്ക് വിഷയമല്ല. കർത്താവിന് വേണ്ടി എന്ത് കേൾക്കാനും എനിക്കൊരു മടിയുമില്ല. ദൈവമക്കളെ, ഹല്ലേലൂയ, ആ വണ്ടി, പ്രൈസ് ഗോഡ്, ആ 1-ാം തീയതി രാവിലെ പ്രാർത്ഥിച്ചു പോയ വണ്ടി, എൻ്റെ ഓർമ്മ ശരിയാണ്, ഫെബ്രുവരി മാസം 17-ാം തീയതി ആ വണ്ടി ഫുൾ ബോഡി തീർത്ത് ഫസ്റ്റ് പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ കൊണ്ടുപോയി. എത്ര ദിവസം എടുത്തു? 2 മാസം എടുത്തില്ല. എൻ്റെയും നിൻ്റെയും ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ സുവിശേഷത്തിന് വേണ്ടി ഉണർന്നു കഴിഞ്ഞാൽ അതിനെ നടപ്പാക്കുന്ന പരിപാടി സ്വർഗത്തിൻ്റെ കയ്യിലാണ്. അതിൻ്റെ സമ്പത്ത് വിഷയമല്ല, ആളുകൾ വിഷയമല്ല, അത് ഏറ്റവും മനോഹരമായി അത് ശരിയാക്കി തരും. പ്രൈസ് ഗോഡ്. അത് കിട്ടിയിട്ട് നമ്മളിപ്പോൾ 200 അടുക്ക് മീറ്റിംഗ് നടത്തി കഴിഞ്ഞല്ലേ? 180 100 കഴിഞ്ഞു. 100-ലധികം മീറ്റിംഗ് നടത്തി കഴിഞ്ഞു. ഇപ്പം മഴയായതുകൊണ്ട് കയറ്റിയിട്ടേക്കുക. ഈ മഴ കഴിഞ്ഞ് അങ്ങ് ഇറക്കാൻ പോവുക. ഒരു കാര്യം ഞാൻ പറയാം, നമ്മേക്കാൾ കഴിവുള്ള ആളുകൾ, നമ്മേക്കാൾ കഴിവുള്ള സംഘടനകൾ വർഷങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് ദിവസങ്ങൾ കൊണ്ട് ഫെയ്ത്ത് സിറ്റി സഭയ്ക്ക് കർത്താവ് സാധ്യമാക്കി തന്നത്. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ നിങ്ങളിൽ ആരംഭിച്ചവൻ അതിനെ മുഴുമിക്കാൻ വിശ്വസ്തനാണ്. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ പേരിൽ, യേശുവിൻ്റെ പേരിൽ, സുവിശേഷത്തിൻ്റെ പേരിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലാൻ ഇട്ട് നോക്ക്. അത് നടത്താൻ കഴിയാതെ കണ്ട് നിങ്ങളുടെ പോക്കറ്റ് കാലിയാകുന്ന പ്രശ്നമില്ല, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കാലിയാകുന്ന പ്രശ്നമില്ല. ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് പണം അതിലേക്ക് ഒഴുകി വരികയും നിങ്ങളുടെ വിഷയം ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി നിറവേറുകയും ചെയ്യും. റിസോഴ്സ് ഇല്ലെന്ന് പറഞ്ഞ ആരും ഇരിക്കല്ലേ? റിസോഴ്സ് ഇല്ലെന്ന് പറഞ്ഞ ആരും ഇരിക്കല്ലേ? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പെന്തിക്കോസ്തുകാർക്ക് മനസ്സുണ്ടായാൽ മതി, ഫെയ്ത്ത് സിറ്റിക്കാർക്ക് മനസ്സുണ്ടായാൽ മതി. ഹല്ലേലൂയ. ആ ലോറി മേടിച്ചിട്ട് ഡീസലടിക്കാൻ കാശില്ലാതെ ഒരു ദിവസം ഉണ്ടായിട്ടുണ്ടോ? എന്തിനെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടോ? എന്തെങ്കിലും പറഞ്ഞാൽ അത് ഈ മീറ്റിംഗ് പറഞ്ഞാൽ അടുത്ത മീറ്റിങ്ങിന് തന്നിട്ടില്ലേ? എങ്ങനെ തരാൻ പറ്റുന്നു? എനിക്ക് നല്ല നല്ല ഉറപ്പും ധൈര്യവുമുണ്ട്. സുവിശേഷത്തിന് വേണ്ടി വേണ്ടത് സ്വർഗം തുറന്നിട്ടിരിക്കുകയാണ്. ആകാശത്തിലെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം തരാമെന്ന് പറഞ്ഞ ദൈവം അത് തുറന്നിട്ടിരിക്കുകയാണ്. നിനക്ക് മനസ്സുണ്ടോ? മനസ്സുണ്ടോ? ദൈവത്തിന് വേണ്ടി നിൽക്കാൻ മനസ്സുണ്ടോ? നിനക്ക് വേണ്ടി നിൽക്കാൻ സ്വർഗം മുഴുവൻ ഒരുക്കമാണ്. ഹല്ലേലൂയ. ഈ ഹോളിന് ആ മൂലയ്ക്കാണ് തറക്കല്ലിടുന്നത്. 2005 അല്ലേ? 2005 ജനുവരി മാസം 1-ാം തീയതി. അന്ന് ജയക്കുട്ടി നമ്മുടെ ബാലൻസ് എത്ര കാണും? ഉദ്ദേശം എന്തോ? എന്നാലും ഉദ്ദേശം എത്ര കാണും? ഒരു ഐഡിയ എന്തോ ഒന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ടെന്ന് വിളിച്ചു പറയാം. ഏതാണ്ട് 1 ലക്ഷം. ഡിസംബർ മാസം 31-ാം തീയതി രാത്രി പ്രാർത്ഥിച്ച് ജനുവരി 1-ാം തീയതി ആ മൂലയ്ക്ക് ഈ ഹോളിന് വേണ്ടി കല്ലിടുമ്പോൾ നമ്മുടെ ബാലൻസ് ഏതാണ്ട് 1 ലക്ഷം. ഇവിടുത്തെ ട്രഷറായി പറയുന്നത്. പ്രൈസ് ഗോഡ്. ഇപ്പോഴും എത്ര ബാലൻസ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തുമില്ല കേട്ടോ. ഫെയ്ത്ത് സിറ്റി ചർച്ചിന് ഇപ്പോൾ എത്ര ബാലൻസ് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അക്കൗണ്ട് നമ്പർ പോലും ഞാൻ ഇടയ്ക്ക് ആവശ്യം വരുമ്പോൾ ജയിക്കൂട്ടി ഞാൻ പല പ്രാവശ്യം മേടിച്ചിട്ടുണ്ട്, ഇപ്പോഴും മേടിച്ചിട്ടുണ്ട്. എനിക്കറിയത്തില്ല. കാരണം എൻ്റെ അക്കൗണ്ടാണെങ്കിലേ അറിയേണ്ട കാര്യമുള്ളൂ. സ്വർഗത്തിലെ എൻ്റെ അപ്പച്ചൻ്റെ അക്കൗണ്ട് ആണെങ്കിൽ ആ അക്കൗണ്ട് നമ്പർ ഓർമ്മയുള്ളവൻ ആ അക്കൗണ്ട് നമ്പർ മെയിൻറ്റെയിൻ ചെയ്യും.
അതിൻ്റെ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും, ഡെപ്പോസിറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, 1,00,000 ബാലൻസ് ഉള്ളപ്പോൾ ഹല്ലേലൂയ, ജനുവരി 31 തറക്കല്ലിടുന്ന സമയത്ത് ഈ ഒരു കാര്യം പബ്ലിക്കായിട്ട് ഡിക്ലെയർ ചെയ്തതാണ്. ഈ വർഷം 365 ദിവസം തികയുന്ന അന്ന് അടുത്ത ആണ്ടർത് യോഗം ഇതിനകത്ത് വെച്ച് നടക്കും. അതുപോലെ ഇതുപോലെ മനോഹരമായ നിലവാരത്തിൽ അത് തീർത്ത് ആണ്ടർത് യോഗം നടത്തിയ ഒരു പാരമ്പര്യം ഫെയ്ത്ത് സിറ്റി സഭയ്ക്ക് ഉണ്ടെങ്കിൽ ഇനിയും ഇതിനേക്കാൾ വലുത് ഞങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കരമുയർത്തി സ്തോത്രം ചെയ്യേ. ഒന്നും കണ്ടിട്ടല്ല സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെ സഹായിക്കുമെന്ന ഒറ്റ വിശ്വാസം. പ്രൈസ് ഗോഡ്. ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയത്തില്ലെന്നോർത്താണ് ഞാൻ പറയുന്നത്. ഇന്ന് ധ്യാനകേന്ദ്രം നമുക്കുണ്ട്, ബൈബിൾ കോളേജുണ്ട്, ഏതാണ്ട് 6 ഏക്കറോളം സ്ഥലമുണ്ട്, ഏതാണ്ട് 30,000 സ്ക്വയർ ഫീറ്റോളം ബിൽഡിങ്സ് ഉണ്ട്. ഇതിൻ്റെ തുടക്കം ഞാൻ കുവൈറ്റിൽ ഒരു മീറ്റിങ്ങിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, അവിടെ എല്ല് പിടിക്കുന്നൊരു കമ്പനി വിൽക്കാനുണ്ട്. 3 മാസത്തേക്ക് കരാർ എഴുതിയാൽ മേടിക്കാൻ പറ്റുമെങ്കിൽ കിട്ടും. പ്രൈസ് ഗോഡ്. ഞാൻ 1 മാസം കഴിഞ്ഞേ അവിടെ നിന്ന് വരത്തുള്ളൂ. അപ്പോൾ 1 മാസം പോകും, പിന്നെ 2 മാസമേ ഉള്ളൂ. കരാറിന് എന്ത് കൊടുക്കണം? 1,00,000. പ്രൈസ് ഗോഡ്. ഞാൻ പറഞ്ഞു, ഇന്നോടത്തുനിന്ന് 1,00,000 മേടിച്ച്, സുരേഷിനെ എന്നാണ് 1,00,000 മേടിച്ച് കരാർ എഴുതിക്കോ. 3 മാസത്തെ കരാർ എഴുതിക്കോ. 3 മാസത്തിനകം രജിസ്ട്രേഷൻ നടന്നിരിക്കും. ഒന്നും കണ്ടിട്ടില്ല. കുവൈറ്റിൽ പിരിച്ചുകൊണ്ടല്ല, കുവൈറ്റിൽ നിന്നല്ല, ഗൾഫിൽ നിന്നല്ല, അമേരിക്കയിൽ നിന്നല്ല, കാനഡയിൽ നിന്നല്ല, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഓസ്ട്രേലിയയിൽ നിന്നല്ല, ഒരു സ്ഥലത്തും പിരിച്ചിട്ടില്ല, പിരിക്കത്തുമില്ല. ഓസ്ട്രേലിയ ഞാൻ ഐസ്റ്റാനോടെ പോയത്, എത്ര പ്രസംഗങ്ങൾ നമ്മൾ പ്രസംഗിച്ചു. ഓരോരുത്തരും ആചാര്യം പറഞ്ഞു പിരിച്ചോ, ഇന്ന് വരെ പിരിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഹല്ലേലൂയ, അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞ അതേ സ്ഥലം 3 മാസം തികയുന്നതിന് മുമ്പ് ഒറ്റ പൈസ കടം പറയാതെ മുഴുവൻ പണവും കൊടുത്ത് രജിസ്ട്രേഷൻ നടത്തി ഫെയ്ത്ത് സിറ്റിയുടെ ഇന്ന് ആ കാണുന്ന കോംപ്ലക്സ് അവിടെ വരത്തക്കവണ്ണം വഴി തുറന്നൊരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കുന്നവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ റിസോഴ്സ് നോക്കല്ലേ. നിങ്ങളുടെ റിസോഴ്സ് നിങ്ങളുടെ ബാങ്കല്ല, നിങ്ങളുടെ ശമ്പളമല്ല, നിങ്ങളുടെ ബിസിനസ് അല്ല, നിങ്ങളുടെ തറവാട്ട് വക സ്വത്തല്ല. എൻ്റെയും നിങ്ങളുടെയും റിസോഴ്സ് അവൻ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും ഉടമയായ അധികാരിയായ സകല ബാങ്കിൻ്റെയും ചെയർമാനായ സകല മിൻറ്റിൻ്റെയും ചീഫ് എഞ്ചിനീയറായ ഏത് നോട്ട് അടിക്കാനും ഏത് നോട്ട് അടിക്കാതിരിക്കാനും ഏതിനെയും വിലയുള്ളതാക്കാനും വിലയില്ലാത്തതാക്കാനും കഴിവുള്ള മഹാശക്തനായ എൻ്റെ യേശുവാണെന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കിക്കൊണ്ട് എത്ര പേർക്ക് സ്തോത്രം ചെയ്ത് ആരാധിക്കാൻ സാധിക്കും? ഇല്ലായ്മയും വല്ലായ്മയും നമുക്കില്ല, നമ്മുടെ യേശുവിനില്ല. ദൂര ബാല രഗട ദലമ രംഗ. ഓ ജീസസ്, ഹല്ലേലൂയ. ഇവിടത്തെ ഒരാധാരം നടക്കാൻ സ്ഥലം അളന്ന് തിരിച്ചു, കുറ്റിയടിച്ചു. പല പ്രാവശ്യമായിട്ടാണ് ഈ സ്ഥലം മുഴുവൻ മേടിച്ചു കൂട്ടിയത്. സ്ഥലം അളന്ന് കുറ്റിയടിച്ചു. ഉടമസ്ഥൻ പറഞ്ഞു 2 ആഴ്ചക്കുള്ളിൽ ആധാരം നടത്തണം, എന്നാലേ തരത്തുള്ളൂ. ഞാൻ എത്ര ലക്ഷമാണെന്ന് ചോദിച്ചില്ല. 2 ആഴ്ചക്കുള്ളിൽ ആധാരം നടത്തിയിരിക്കും. ചെറിയാനെന്നുണ്ടായിരുന്നു, ചെറിയാനോട് പറഞ്ഞു, ചെറിയാൻ അളന്നെടുത്തോളാൻ പറഞ്ഞു, അളവ് നോക്കിക്കോളാൻ പറഞ്ഞു. ഓർക്കുന്ന ചെറിയാനെ 2 ആഴ്ചക്കുള്ളിൽ ആധാരം നടന്നിരിക്കും, അളവ് നോക്കിക്കോളാൻ പറഞ്ഞു. ദൈവമക്കളെ, 2 ആഴ്ചയ്ക്കുള്ളിൽ പറഞ്ഞതുപോലെ തന്നെ സകലതും നടത്തി തന്നൊരു ദൈവത്തെ എനിക്കറിയാം. ഞാനിതെല്ലാം പറയുന്നതെന്നറിയാമോ? സുവിശേഷത്തിൻ്റെ വല്ല പ്ലാനും ഉണ്ടെങ്കിൽ, സുവിശേഷത്തിൻ്റെ വല്ലതും ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, പണം ഒരു തടസ്സമല്ല. പണം കിട്ടിയിട്ട് ചെയ്യാൻ നോക്കല്ലേ, പണത്തെ ആശ്രയിച്ച് നിൽക്കല്ലേ. നീ ദൈവകൃപയിലും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലും അവൻ്റെ മാറ്റമില്ലാത്ത വിശ്വസ്തതയിലും എന്നെയും നിന്നെയും നടത്താൻ കഴിവുള്ള സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ആശ്രയിച്ച് നിൽക്കാനിടയായാൽ നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചിരിക്കും. ഗ്യാരണ്ടി തരാം. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യമല്ല, ഓരോ ദിവസവും നമ്മൾ അനുഭവിക്കുന്ന സത്യങ്ങളായതുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് സുവിശേഷത്തിന് പോകുന്നവർ ഒരു കാര്യം തീരുമാനിച്ചോണം, എൻ്റെ സകല റിസോഴ്സുകളും ഞാൻ എന്തിനു വേണ്ടി ഉപയോഗിക്കും? കർത്താവിന് വേണ്ടി ഉപയോഗിക്കും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്.
ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളുടെ അറിവിലേക്ക് പറയുകയാണ്. പ്രൈസ് ഗോഡ്. ചില പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് നോക്കിയിട്ടുള്ളത് ഇവിടെ ചിലരുണ്ട്. ഞാൻ സിബിയുടെ കാര്യം പറഞ്ഞാൽ കുട്ടിക്കാനം പ്രോജക്റ്റിൻ്റെ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ചെയ്ത് സിബിയാണ്. അവസാനം ഹല്ലേലൂയ ആധാരം നടക്കുന്ന സമയത്ത് ജയക്കുട്ടിച്ചായൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ ചെക്ക് എമൗണ്ടും എല്ലാം കൂടെ നോക്കിയിട്ട് അതിനകത്ത് അന്ന് ആധാരം നടക്കാൻ ലക്ഷങ്ങളുടെ കുറവായിരുന്നില്ലേ? ആധാരം നടക്കുന്നതിനന്ന് ലക്ഷങ്ങളുടെ കുറവുണ്ട്. പക്ഷെ ആ ലക്ഷങ്ങളുടെ കുറവ് നികത്തി അന്ന് തന്നെ ആ ആധാരം നടന്നു. പണം എവിടെ നിന്ന് വന്നെന്ന് ആരും അറിഞ്ഞിട്ടില്ല. ദൈവമക്കളെ, എനിക്കുള്ള സകല റിസോഴ്സസും നിങ്ങൾക്കുള്ള സകല റിസോഴ്സസും അത് സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഇടയായാൽ ഒരു കാര്യം ഞാൻ പറയാം, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ ദൈവം നിൻ്റെ തലമുറ തകർന്നു കിടക്കാൻ സമ്മതിക്കത്തില്ല, പട്ടിണി കിടക്കാൻ സമ്മതിക്കത്തില്ല. സുവിശേഷത്തിന് വേണ്ടി ചെലവാക്കിയിട്ട് ദാരിദ്ര്യവാസിയായിട്ട് ഒരു മനുഷ്യൻ തീർന്നിട്ടില്ല. ക്രിസ്തുവേശുവിൽ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി ഇന്ന് രാത്രി നിനക്കുള്ള സകലതും, നിനക്കുള്ള സമ്പത്ത്, നിനക്കുള്ള ആരോഗ്യം, നിനക്കുള്ള സ്വാധീനം, നിനക്കുള്ള വിദ്യാഭ്യാസം, നിനക്കുള്ള സമയം, നിനക്കുള്ള സകലതും 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 യേശുവിൻ്റെ നാമത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് ഒരു പ്രൈസ് ഗോഡ് ഒരു തീരുമാനം. ഓരോ പ്രാവശ്യവും ഈ തീരുമാനങ്ങൾ എടുത്ത് നടപ്പാക്കുമ്പോൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പാടണം. നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു രക്ഷകനേശുവല്ലയോ, നിന്നിച്ചോരുടെ മധ്യം മാനിച്ചു നടത്തുന്ന നല്ലൊരു ദൈവമീ യേശുവല്ലയോ, നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകനേശുവല്ലയോ, നിന്നിച്ചോരുടെ മധ്യം മാനിച്ചു നടത്തുന്ന നല്ലൊരു ദൈവമീ യേശുവല്ലയോ. ഹല്ലേലൂയ പാടി ഘോഷിക്കാം, അല്ലലെല്ലാം മറന്നാർത്തും പാടാം, എല്ലാം ചേർന്നാഘോഷിക്കാം, വല്ലഭനെ എന്നും ആരാധിക്കാം. നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകനേശുവല്ലയോ, നിന്നിച്ചോരുടെ മുൻപിൽ മാനിച്ചു നടത്തുന്ന നല്ലൊരു ദൈവമീ യേശുവല്ലയോ. പൊട്ടക്കിണറിന്റെ ഏകാന്തതയിലും പൊട്ടിത്തകർന്നിടല്ലേ, പൊത്തിഫറിൻ വീട്ടിൽ നിന്ദിതനായാലും നിരാശനായിടല്ലേ, പിന്നത്തേതിൽ ദൈവം മാനിച്ചിടും, ഫറവോനും നിന്നെ മാനിച്ചിടും, പിന്നത്തേതിൽ ദൈവം മാനിച്ചിടും, ഫറവോനും നിന്നെ മാനിച്ചിടും. നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകനേശുവല്ലയോ, നിന്നിച്ചോരുടെ മധ്യേ മാനിച്ചു നടത്തുന്ന നല്ലൊരു ദൈവം യേശുവല്ലയോ. എനിക്കുള്ള സകല റിസോഴ്സസും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, യെരുശലേമിൻ്റെ പണിക്ക് വേണ്ടി, ദൈവജനത്തിൻ്റെ നിന്ദയ്ക്കെതിരായി എന്തെങ്കിലും പ്രവർത്തിക്കാൻ വേണ്ടി ചെയ്യുമെന്ന്, ഉപയോഗിക്കുമെന്ന് നെഹമ്യാവ് തീരുമാനിച്ചു, പ്രാർത്ഥിച്ചു. രാജാവ് ലീവും സാങ്ഷൻ ചെയ്തു, ലെറ്ററും കൊടുത്തെന്നാണ് പറയുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. രാജാവിൻ്റെ കൈ അപേക്ഷിച്ചു, എൻ്റെ ദൈവത്തിൻ്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് രാജാവ് അതെനിക്ക് തന്നു. അങ്ങനെ ഞാൻ നദിക്ക് അക്കരെയുള്ള ദേശാധിപതിമാരുടെ അടുക്കൽ വന്ന് രാജാവിന്റെ എഴുത്ത് അവർക്ക് കൊടുത്തു. രാജാവ് പടനായകന്മാരെയും കുതിരകളെയും എൻ്റെ കൂടെ അയച്ചിരുന്നു. എല്ലാ റിസോഴ്സസും ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് കിട്ടി. പക്ഷേ അങ്ങനെയൊക്കെ കിട്ടിയാലും, മഹാരാജാവ് നിനക്ക് തരേണ്ടത് തന്നാലും, നീ ചെല്ലുന്നിടത്ത് ചില സാൻബല്ലത്തുകളും തോബിയാവുകളും ഉണ്ടെന്ന് മറക്കരുത്. എതിർപ്പുകളുണ്ടാകും. സുവിശേഷം ഇതിനു വേണ്ടി ഇറങ്ങുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് മടുപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടാകും. മടുക്കല്ലേ. ചിലത് കാണുമ്പോൾ ചിലർ മടുത്തു പോകുന്നു, ചിലത് കേൾക്കുമ്പോൾ ചിലർ മടുത്തു പോകുന്നു, ചിലത് അറിയുമ്പോൾ ചിലർ മടുത്തു പോകുന്നു, ചിലത് അനുഭവിക്കുമ്പോൾ ചിലത് മടുത്തു പോകുന്നു. അറിഞ്ഞാലും അനുഭവിച്ചാലും കണ്ടാലും കേട്ടാലും എന്തു ചെയ്യല്ലേ? മടുക്കല്ലേ. എങ്കിൽ മാത്രമേ നിന്നെക്കുറിച്ച് ദൈവം ഉദ്ദേശിച്ചിട്ടുള്ള വേല നിവർത്തിപ്പാൻ സാധിക്കത്തുള്ളൂ.
സുവിശേഷത്തിലേക്ക് ഇറങ്ങുന്നവർ അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഹല്ലേലൂയ, നിങ്ങൾ മടുക്കാനിടയാകരുത്. നിങ്ങളൊരു കാലത്തും മടുക്കാനിടയാകരുത്. സുവിശേഷത്തിലേക്ക് ഇറങ്ങുന്നവരെ മടുപ്പിക്കുന്ന, പ്രൈസ് ഗോഡ്, അകത്തും പുറത്തും കാണും. പലപ്പോഴും ഇട്ടിട്ട് പോയാലോ എന്ന് തോന്നും, ഇത് ആർക്ക് വേണ്ടിയാണെന്ന് തോന്നും, ഇതെന്തിനു വേണ്ടിയാണെന്ന് തോന്നും, നിരാശ വരും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നിന്നെ മടിപ്പിക്കുന്നവരുടെ മുമ്പിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്ദിക്കുന്നവരുടെ മുമ്പിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ താഴ്ത്തിക്കെട്ടുന്നവരുടെ മുമ്പിൽ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ സപ്പോർട്ട് ചെയ്യാത്തവരുടെ മുമ്പിൽ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഈ ദൈവത്തെ മാനിച്ചങ്ങ് പോയച്ചാൽ മതി. പ്രൈസ് ഗോഡ്. ഇത് പ്രമാണമാണ്. ഹല്ലേലൂയ. 2:10. ഹോരോന്യനായ സൻബല്ലത്തും അമോന്യനായ ദാസൻ തോബിയാവും ഇത് കേട്ടപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഗുണം ചെയ്യുവാൻ ഒരാൾ വന്നത് അവർക്ക് ഏറ്റവും അനിഷ്ടമായി. ഞാൻ അവർക്ക് ഏറ്റവും അനിഷ്ടമായി, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എങ്കിലും ചെന്ന് പണിയെല്ലാം പ്ലാൻ ചെയ്തു, ആരോടും പറഞ്ഞില്ലെന്നാണ് പറഞ്ഞത്. 2:11 വാക്യം ഒന്ന് വായിച്ച്. ഞാൻ യെരൂശലേമിലെത്തി അവിടെ 3 ദിവസം താമസിച്ച ശേഷം ഞാനും എന്നോടുകൂടെ ചില പുരുഷന്മാരും രാത്രിയിൽ എഴുന്നേറ്റു. എന്നിട്ട് അതിൻ്റെ 15 വാക്യം. രാത്രിയിൽ തന്നെ ഞാൻ തോട്ടിന്റെ അരികത്തുകൂടി ചെന്ന് മതിൽ നോക്കിക്കണ്ടു. രാത്രിയിൽ തന്നെ തോട്ടിന്റെ അരികത്തൂടെ ചെന്ന് മതിൽ നോക്കിക്കണ്ടു. എന്നിട്ട് 17 വാക്യം. അനന്തരം ഞാൻ അവരോട്, യെരൂശലേം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. നാം ഏർപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. അടുത്ത പടി, നാം ഏർപ്പെട്ടിരിക്കുന്ന അനർത്ഥത്തിലാണ് നമ്മളെന്നുള്ളത് മറ്റുള്ളവരെ ധരിപ്പിക്കണം. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാ. ഇവിടെ ദൈവദാസന്മാർ ഓരോരുത്തരും ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. ഈ 21 ദിവസ ഉപവാസത്തിലും നാം ആയിരിക്കുന്ന അനർത്ഥം ദൈവസഭയെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അങ്ങനെ കേട്ട് കഴിയുമ്പോൾ 20 വാക്യം. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിക്കും. കാരണം 19 വാക്യത്തിൽ അല്ല, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, വന്ന് കാണുമീൻ നാം ഇനിയും 17 അവസാനം. യെരൂശലേം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കുന്നതായി നാം അകപ്പെട്ടിരിക്കുന്ന ഈ അനർത്ഥം നിങ്ങൾ കാണുന്നുവല്ലോ. വരുവീൻ, നാം ഇനിയും നിന്നാപാത്രമായിരിക്കാതെ വണ്ണം യെരൂശലേമിന്റെ മതിൽ പണിയുക എന്ന് പറഞ്ഞു. എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരിക്കുന്നത്. 20 വാക്യം. ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ, അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. വേറെ ഒരുത്തനും ഇല്ല കേട്ടോ. സ്വർഗത്തിലെ ദൈവം നിന്റെ കാര്യം സാധിപ്പിക്കും. ഇന്ന് പകൽക്കാലം ദൈവം എനിക്ക് വേണ്ടി ചെയ്യുമെന്ന്, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്, സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ടി കാര്യം സാധിപ്പിക്കുമെന്നല്ലോ ഉറപ്പുണ്ടാകും. അടുത്ത സ്റ്റെപ്പ്, ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ആകയാൽ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. സഭ മൊത്തം തീരുമാനിച്ചു. ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോൾ സഭ മൊത്തം തീരുമാനിക്കണം, നിന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. തീരുമാനിക്കുന്ന ഒരു കരമുയർത്തി സ്തോത്രം ചെയ്താട്ട്. ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. പ്രൈസ് ഗോഡ്. ആരെല്ലാം സൻബല്ലത്തും തോബിയാവുമല്ല, ആരെല്ലാം എതിർത്താലും ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ആ തീരുമാനിച്ചത് 3-ാം അധ്യായത്തിൽ നടപ്പാക്കുന്നത് 1-ാം വാക്യത്തിൽ. അങ്ങനെ മഹാപുരോഹിതനായ ഏലിയാശീബും അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും എഴുന്നേറ്റ് ആട്ടിൻ വാതിൽ പണിതു. ആ മഹാപുരോഹിതനും പുരോഹിതനും ആദ്യം തുടങ്ങി. നാട്ടുകാർ പുറകിലാണ്, ശുശ്രൂഷകന്മാർ ആദ്യം തുടങ്ങണം, നമ്മളാദ്യം തുടങ്ങണം. പുറകെ വിശ്വാസികൾ വരും. മഹാപുരോഹിതനും പുരോഹിതനും അവർ ആദ്യം തുടങ്ങി. 2-ാം വാക്യത്തിൽ എരിഹോക്കാർ പണിതു, 3-ാം വാക്യത്തിൽ ഹസാനയക്കാർ പണിതു. ആമേൻ. 4-ാം വാക്യത്തിൽ 5-ാം വാക്യത്തിൽ എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമല് കൊടുത്തില്ല. അതും സംഭവിക്കും. ശ്രേഷ്ഠന്മാരായ ചിലർ ഇതിനോട് ചേരത്തില്ല, അവർ ചുമല് കൊടുക്കത്തില്ല. പക്ഷെ എന്നാലും പണിതേ പറ്റൂ. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചിലരിൽ ഇപ്പോൾ പണിയാൻ ചേരത്തില്ല, ശ്രേഷ്ഠന്മാർ ചേരത്തില്ല, എന്നാലും നമ്മൾ പണിതേ പറ്റൂ. താഴോട്ട് വായിക്കുമ്പോൾ 8-ാം വാക്യത്തിൽ വായിക്കുന്നു, തൈലക്കാർ. 9-ാം വാക്യത്തിൽ പ്രഭുവിൻ്റെ മകൻ. 31-ാം വാക്യത്തിൽ തട്ടാന്മാർ. 32-ാം വാക്യത്തിൽ തട്ടാന്മാരും കച്ചവടക്കാരും എല്ലാവരും ചേർന്ന് പണിതു. ഒരു വ്യത്യാസവുമില്ല. പ്രഭുവും പണിതു, തട്ടാനും പണിതു, കച്ചവടക്കാരനും പണിതു, തൈലക്കാരനും പണിതു, പുരോഹിതനും പണിതു, മഹാപുരോഹിതനും പണിതു. എല്ലാവരും മതിലിൻ്റെ അറ്റുകൊറ്റം തീർത്തു. പ്രൈസ് ഗോഡ്. എന്നിട്ട് ഹല്ലേലൂയ 52 ദിവസം കൊണ്ട് മതിലിൻ്റെ പണി തീർത്തു.
2 മാസം എടുക്കുന്നതിന് മുമ്പ് മതിലിൻ്റെ പണി തീർത്തു. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ സെപ്റ്റംബർ മാസത്തിൽ ദൈവത്തിന് സ്തോത്രം, സെപ്റ്റംബർ മാസത്തിൽ നമ്മുടെ ഉപവാസം അവസാനിപ്പിച്ചാൽ സെപ്റ്റംബർ ഒക്ടോബർ 2 മാസം എടുക്കുന്നതിന് മുമ്പ് 52 ദിവസം കൊണ്ട് യെരുശലേമിൻ്റെ മതിൽ ഞങ്ങൾ കണ്ടതാ. ചെറിയ പരിപാടിയൊന്നുമല്ല. അത് പണിയാൻ ഇസ്രായേൽ മക്കളെ സഹായിച്ച, നെഹമ്യാവിനെ സഹായിച്ച ദൈവം, സാൻബല്ലത്തുണ്ടായപ്പോഴും തോബിയാവ് ഉണ്ടായപ്പോഴും അത് മുടങ്ങാതെ സഹായിച്ച ദൈവം ഈ എറണാകുളം പട്ടണത്തിൽ ചിലത് പണിതെടുക്കാൻ 2 മാസം കൊണ്ട് എന്നെയും നിങ്ങളെയും സഹായിക്കുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഉയർത്തി ഒരു സ്തോത്രം ചെയ്ത് ആരാധിക്കാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു സ്വർഗീയ പണിക്കെതിരായി ഈ പട്ടണത്തിൽ വ്യാപരിച്ചുകൊണ്ട് നിൽക്കുന്ന ദുഷ്ടാത്മ ശക്തികളെ, അന്യാരാധനയുടെ ശക്തികളെ, ഹല്ലേലൂയ, ജാതീയ ശക്തികളെ, പാരമ്പര്യ ശക്തികളെ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പൈശാചിക ശക്തികളെ നസറേന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ശാസിക്കുന്നു, ബന്ധിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഈ പട്ടണത്തിൽ യേശുവിൻ്റെ വേല, സുവിശേഷത്തിൻ്റെ വേല നടക്കുന്നതിന് തടസ്സമായി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന അന്യായ ദുഷ്ട ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. ഇന്ന് രാത്രി ബന്ധിച്ചാരാധിക്കാം. ശത്രുവിൻ്റെ ശക്തികളെ ബന്ധിച്ചാരാധിക്കാം. ശത്രുവിൻ്റെ എല്ലാ അടവുകളെയും ബന്ധിച്ചാരാധിക്കാം. അടവുകൾ അടിയട്ടെ. യേശുവിനത് ഇടിയട്ടെ. ദൈവമക്കൾക്കും ദൈവജനത്തിനും ദൈവസഭയ്ക്കും എതിരായി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ദുഷ്ട ശക്തികൾ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ദൈവമക്കളെ, ഹല്ലേലൂയ. നിങ്ങൾ ഈ ആരാധന നിർത്തരുത്. ഈ ദിവസങ്ങളിൽ വൈകുന്നേരം എഴുന്നേറ്റ് കിടക്കുന്നതിന് മുമ്പ് ഒരു 2 മിനിറ്റ് നിങ്ങൾ ആരാധിച്ച് ഇതിനെല്ലാം ബന്ധിക്കണം. പ്രൈസ് ഗോഡ്. പാർസി രാജ്യത്തിൻ്റെ പ്രഭു 21 ദിവസം ഈ ദാനിയേലിനുള്ള മറുപടി തടുത്തു വച്ചതുപോലെ നമുക്കുള്ള മറുപടി തടുത്തു വയ്ക്കാൻ പാടില്ല. ഈ ചുറ്റുപാടുകളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവിക ശക്തിക്ക് അവന് പ്രയോജനമുണ്ടാകണം. ഈ ദേശം അനുഗ്രഹിക്കപ്പെടണം. ഈ മുനിസിപ്പാലിറ്റി അനുഗ്രഹിക്കപ്പെടണം. കൊച്ചിൻ കോർപ്പറേഷൻ അനുഗ്രഹിക്കപ്പെടണം. പട്ടണം അനുഗ്രഹിക്കപ്പെടണം. ജനം വിടുവിക്കപ്പെടണം. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നടന്നിട്ടുണ്ടോ? ഇവിടെ ക്രൈം റേറ്റ് കുറഞ്ഞതറിയാമല്ലോ, അപകടങ്ങൾ കുറഞ്ഞതറിയാമല്ലോ, പല പ്രശ്നങ്ങൾക്ക് നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ, ഫെയ്ത്ത് സിറ്റി പ്രാർത്ഥിച്ചപ്പോൾ അനുഭവങ്ങൾ വന്നതറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ ക്ഷീണിക്കല്ലേ, തളരല്ലേ, മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ഈ നാളുകളിൽ ദൈവത്തിൻ്റെ വചനത്തെ ഐശ്വര്യമായി ഘോഷിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ദുഷ്ടശക്തികളെ, സാൻബല്ലത്തിനെ, തോബിയാവിനെ, ആകാശത്തിലെ ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബന്ധിച്ച് പ്രൈസ് ഗോഡ്. നിങ്ങൾ ഓരോരുത്തരും ഹല്ലേലൂയ ശാസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ റിസൾട്ട് കാണാൻ പറ്റും. ആമേൻ. അങ്ങനെ എല്ലാ തടസ്സങ്ങളും മാറ്റി പണി തീർത്തു. ത്രെറ്റ് വന്നു, പക്ഷേ കൂട്ടാക്കിയില്ല. 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, രാജാവ് 5:10. ഒരു റിവൈവൽ 5:7. ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആലോചിച്ച ശേഷം പ്രഭുക്കന്മാരെയും പ്രമാണികളെയും ശാസിച്ചു. നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ സഹോദരനോട് പലിശ വാങ്ങുന്നുവല്ലോ എന്ന് അവരോട് പറഞ്ഞു. അവർക്ക് വിരോധമായി ഞാൻ ഒരു മഹായോഗം വിളിച്ചുകൂട്ടി. ജാതികൾക്ക് വിറ്റിരുന്ന നമ്മുടെ സഹോദരന്മാരായ യഹൂദന്മാരെ നമ്മൾ കഴിയുന്നിടത്തോളം നാം വീണ്ടെടുത്തിരിക്കുന്നു. നിങ്ങളോ നമ്മുടെ സഹോദരന്മാർ തങ്ങളെ തന്നെ നമുക്ക് വിൽപ്പാൻ തക്കവണ്ണം അവരെ വീണ്ടും വിൽപ്പാൻ പോകുന്നുവോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു. അതിനവരൊരു വാക്കും പറവാൻ കഴിയാതെ മൗനമായിരുന്നു. പിന്നെയും ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം നന്നല്ല. നമ്മുടെ ശത്രുക്കളായ ജാതികളുടെ നിന്ന ഓർത്തിട്ടെങ്കിലും നിങ്ങൾ നമ്മുടെ ദൈവത്തെ ഭയപ്പെട്ട് നടക്കേണ്ടതല്ലയോ? ഞാനും എൻ്റെ സഹോദരന്മാരും എൻ്റെ ഭൃത്യന്മാരും അവർക്ക് ദ്രവ്യവും ധാന്യവും കടം കൊടുത്തിരിക്കുന്നു. നാം ഈ പലിശ ഉപേക്ഷിച്ച് കളക. ഒരു ഫൈനാൻഷ്യൽ റിവൈവൽ. പ്രൈസ് ഗോഡ്. മതിൽ പണി തീർന്നാൽ നിങ്ങളറിയാം, ഈ 5-ാം അധ്യായത്തിൽ 6-ാം അധ്യായത്തിൽ മതിൽ പണി തീർത്തെങ്കിൽ ഉടനെ കയറി പ്രതിഷ്ഠിച്ചില്ല. കാരണം ഇനിയും ചിലത് നടന്നെങ്കിൽ മാത്രമേ പ്രതിഷ്ഠിക്കാൻ പറ്റൂ. ഒന്നാമത് തങ്ങളെ തന്നെ വിറ്റിരിക്കുന്ന യഹൂദന്മാർ സ്വതന്ത്രരാകണം. ഇന്ന് പകൽക്കാലം പല മദ്യത്തിനും മയക്കുമരുന്നിനും അടിമ വിലയ്ക്കുമായി പ്രൈസ് ഗോഡ് കള്ളിനും കഞ്ചാവിനും ഒക്കെയുമായിട്ട് തന്നെത്താൻ വിറ്റിരിക്കുന്ന ചില ജീവിത
ജീവിതങ്ങൾ ഈ പട്ടണത്തിൽ സ്വതന്ത്രമാകണം. ഹല്ലേലൂയ. സാമ്പത്തിക വിഷയങ്ങളിൽ കടംപെട്ടിരിക്കുന്ന ചിലർ സ്വതന്ത്രമാകണം. ഏതെങ്കിലും വിധത്തിൽ പ്രവർത്തിക്കാൻ കഴിവില്ലാതെ പ്രൈസ് ഗോഡ് അവർ ഇരിക്കുന്നവർ സ്വതന്ത്രമാകണം. എന്നെ ആരാധിപ്പാൻ എൻ്റെ ജനത്തെ വിട്ടയക്ക എന്ന് പറഞ്ഞ ജനത്തെ എപ്പോഴാണ് ആരാധിച്ചെന്നറിയാമോ? അവരുടെ കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞപ്പോൾ. എൻ്റെയും നിൻ്റെയും കൈകൾ കൊട്ട വിട്ടൊഴിയണം. സാമ്പത്തിക വിഷയങ്ങളിലുള്ള ബുദ്ധിമുട്ടുകൾ മാറിയിട്ട്, വേദനകൾ മാറിയിട്ട്, കുടുംബ വിഷയത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറിയിട്ട്, തലമുറയുടെ വിഷയങ്ങളിലെ ബുദ്ധിമുട്ടുകൾ മാറിയിട്ട്, നിന്നെ ഇന്ന് അലട്ടിക്കൊണ്ടിരിക്കുന്ന സകല വേദനകൾക്ക് പരിഹാരം വന്നിട്ട് നിന്റെ കൈകൾ സ്വതന്ത്രമാകണം, കൈകാലുകൾ സ്വതന്ത്രമാകണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവേ സ്വാതന്ത്ര്യം ഞാൻ കൽപ്പിക്കുകയാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ പൈതലേ, സുവിശേഷം പറയാനുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ ബന്ധിച്ചിരിക്കുന്നത് അറിയാമോ? നിങ്ങൾ സുവിശേഷത്തിന് പോകാതിരിക്കാൻ ബന്ധിച്ചിരിക്കുന്നത് അറിയാമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ചിലരുടെ വിഷയത്തിൽ പിള്ളേരുടെ പഠിത്തം, ചിലരുടെ ആരോഗ്യം, അവരുടെ വിവാഹം, അവരുടെ പല പല വിഷയങ്ങൾ. പ്രൈസ് ഗോഡ്. മറ്റു ചിലരുടെ വിഷയത്തിൽ സാമ്പത്തികമായ ബന്ധനങ്ങൾ, ഇനി മറ്റു ചിലരുടെ വിഷയത്തിൽ ആരോഗ്യത്തിലുള്ള ബന്ധനങ്ങൾ, ആഗ്രഹമുണ്ട്. ഇനി മറ്റൊരുടെ വിഷയത്തിൽ വാഹനങ്ങളോടുള്ള ബന്ധനങ്ങൾ. എന്നോട് പറഞ്ഞു വേറെ എവിടെ പോയാലും പ്രശ്നമില്ല, സുവിശേഷം അറിയിക്കുമ്പോൾ അന്ന് കാറ് കേടാവും. മറ്റു ചിലരുടെ വിഷയത്തിൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, വീട്ടിലുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളോടുള്ള പോരാട്ടം. ചിലർ പറയുന്നു സുവിശേഷം അറിയിക്കാൻ പോയാൽ അന്ന് ഫ്രിഡ്ജ് കത്തിപ്പോവും. ഞാൻ സുവിശേഷം അറിയിക്കുമ്പോൾ അന്ന് ഫാൻ കത്തിപ്പോവും. വേറൊരു ദിവസം പറയുന്നു സുവിശേഷം അന്ന് മിക്സി കത്തിപ്പോവും. നിൻ്റെ ഉപകരണങ്ങളോടുള്ള പോരാട്ടം, നിൻ്റെ മക്കളോടുള്ള പോരാട്ടം, നിൻ്റെ കുടുംബത്തോടുള്ള പോരാട്ടം, നിൻ്റെ വാഹനത്തോടുള്ള പോരാട്ടം, നിൻ്റെ സമ്പത്തിനോടുള്ള പോരാട്ടം, നിൻ്റെ കച്ചവടത്തിനോടുള്ള പോരാട്ടം, നിൻ്റെ ബിസിനസ്സിനോട് മാത്രമല്ല കൃഷിയോടുള്ള പോരാട്ടം, നിനക്ക് നന്മ വരുന്ന സകലതിനെയും അടച്ചു പോരാടിക്കൊണ്ടിരിക്കുന്ന ദുഷ്ടശക്തികളുടെ മേൽ ജയമെടുത്ത് ഉടവരഹതുര ജവനക ദഗല ദഗല സന്ദർ ഖത്തര ബൗഡേ അപര ഖൈരക ദഗനക ജലബല ഹന്തര ബൗഡ. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അറ്റത്തിരിക്കുന്ന പീറ്ററാണോ? അത് പീറ്ററാണോ? അവിടെ ഇപ്പോൾ ഒരു പോരാട്ടമില്ല, ഒരു ആരാധനയില്ല, കയ്യടിയില്ല. പീറ്ററെ, ഞാനൊരു ദിവസം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് അടുത്ത് വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചുമ്മാ പറയുകയല്ല, ഞാൻ കണ്ടിട്ട് പറയുകയാണ്. ആരാധിച്ച് കുടുംബമായി ജയമെടുത്തില്ലെങ്കിൽ ചില വിഷയങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. നിൻ്റെ കൈകൾ സ്വതന്ത്രമാക്കാതിരിക്കത്തക്കവണ്ണം പോരാടുന്ന ശക്തികളുണ്ട്. ഇതൊരു ഞാനൊരു മുന്നറിയിപ്പ് പറയുകയാണ്. നിൻ്റെ പ്രവർത്തന മണ്ഡലത്തെ തടയുന്ന ശക്തികളുണ്ട്. നിൻ്റെ കുടുംബത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന ശക്തികളുണ്ട്. ആമേൻ. ഹല്ലേലൂയ. എത്ര വൻപനാണെങ്കിലും ഒരൊറ്റ ഇൻകം ടാക്സ് റെയ്ഡ് മതി നേരെ മൂക്ക് കുത്താൻ. വരും കേട്ടോ, വരും. എന്നാലൊരു സത്യം ഞാൻ പറയാം, ഇപ്പോൾ തടുക്കുന്നവൻ നീങ്ങിപ്പോകണം. നിനക്ക് വരുന്ന അനർത്ഥങ്ങളെ തടുക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിനക്ക് അനുകൂലമായി വ്യാപരിക്കാൻ. ആമേൻ. നിനക്കറിയാമോ, ഈ പിശാച് അങ്ങോട്ട് കയറി പെരുമാറിയാലുണ്ടല്ലോ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ദൈവത്തിന് സ്തോത്രം. ഒരാളുടെ ജീവിതത്തിൽ പ്രശ്നം തുടങ്ങി നിങ്ങൾ അറിയാമോ, ഒരൊറ്റ സ്വിച്ചേ കിട്ടുള്ളൂ. 30 ഹോഴ്സ് പവറിൻ്റെ ഒരു മോട്ടർ ചിങ്ങെന്നം കത്തിപ്പോയി. തുടക്കം അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞ് വണ്ടി ഇടി, അത് കഴിഞ്ഞ് പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, അറ്റാക്ക്. അത് കഴിഞ്ഞ് ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, അറ്റാക്കിന് ആശുപത്രി കൊണ്ടുപോയി. എല്ലാവരും വീട്ടിൽ ഇരിക്കുമ്പം വീടിൻ്റെ പുറത്ത് തെങ്ങ് വീണു. ഒരാഴ്ച കൊണ്ട് ഈ മനുഷ്യൻ വെറും പേക്കോലമായി. എല്ലാം ഉണ്ടായിരുന്ന മനുഷ്യനാണ്. ഇന്ന് രാത്രി മനസ്സിലാക്കണം, തടുത്ത് നിൽക്കുന്ന ഒരുവനുണ്ട്. നിനക്ക് വരുന്ന അനർത്ഥത്തെ തടുത്ത് നിർത്തിയിരിക്കുന്ന ഒരുവനുണ്ട്. നിൻ്റെ കുടുംബത്തിൽ വരുന്ന അനർത്ഥത്തെ തടുത്ത് നിർത്തിയിരിക്കുന്ന ഒരുവനുണ്ട്. നിൻ്റെ തലമുറയ്ക്ക് വരുന്ന അനർത്ഥത്തെ തടുത്ത് നിർത്തിയിരിക്കുന്ന ഒരുവനുണ്ട്. അവനെ ആശ്രയിച്ചോണം. ഹല്ലേലൂയ. രക്തം ചെയ്യും, രക്തം ചെയ്യും, രക്തം ചെയ്യും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ഇറങ്ങണമെന്ന് അങ്ങോട്ട് വിചാരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പാരമ്പര്യമായിട്ട് പിടിമുറക്കിയിരുന്ന ചില ദുഷ്ടശക്തികൾ എന്ത് ചെയ്യുന്നറിയാമോ? ഓരോന്നോരോന്നോരോന്നേ കയറി പിടിക്കും.
സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് അത് ഉണ്ടാകും. സാൻബല്ലത്തും തോബിയാവും മാത്രമല്ല, നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ കണ്ട നിൻ്റെ കൈകളെയും കാലുകളെയും ബന്ധിക്കാൻ ശ്രമിക്കും. പക്ഷേ അന്നേരം എന്തെന്നറിയാമോ? ഒറ്റ കുടച്ചിൽ. ചുമ്മാ കുടഞ്ഞാൽ പോകത്തില്ല. ശിംശോൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടെ വന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എനിക്ക് ആരാധിച്ച് പോയാക്കുള്ളത് താല്പര്യമുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് ശിംശോൻ്റെ മേൽ ശക്തിയോടെ വന്നു. അവനെ ബന്ധിച്ചിരുന്ന കയറുകൾ തീ കൊണ്ട് തൊട്ട ചണനാര് പോലെ ദ്രവിച്ചു പോയി. ചിലത് ദ്രവിക്കട്ടെ, ചിലത് ദ്രവിക്കട്ടെ, ചിലത് ഇന്ന് രാത്രി ദ്രവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ചിലത് ദ്രവിക്കട്ടെ. ആമേൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ റിവൈവൽ 5-ാം അധ്യായത്തിൽ നടന്നു. ഇനി 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സ്തോത്രം. അവിടെയും പ്രശ്നങ്ങളാണ്, അത് ഞാൻ എടുക്കുന്നില്ല, നേരമില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 1-2 വാക്യങ്ങൾ. അങ്ങനെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പട്ടണങ്ങളിൽ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ സകല ജനവും നീർവാതിലിന്റെ മുമ്പിലുള്ള വിശാല സ്ഥലത്ത് ഒരുമനപ്പെട്ട് വന്നുകൂടി. ദൈവമക്കളെ, അതിൻ്റെ ശക്തി ഒന്ന് വേറെയാണ്. നമുക്കൊന്ന് ഒരുമനപ്പെട്ട് കൂടണം. എത്ര പേരുണ്ട് ഒരുമനപ്പെട്ട് കൂടാൻ? എന്തിനാണെന്നറിയാമോ? ദൈവവചനത്തിൻ്റെ മുമ്പിൽ. വായിച്ചേ. യഹോവ ഇസ്രായേലിനോട് കൽപ്പിച്ചു കൊടുത്ത മോശയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ എസ്രാ ശാസ്ത്രിയോട് പറഞ്ഞു. 7-ാം മാസം 1-ാം തീയതി എസ്രാ പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായ സഭയുടെ മുമ്പാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു. നീർവാതിലിനരികെയുള്ള വിശാല സ്ഥലത്ത് വെച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. സർവ്വജനവും ശ്രദ്ധിച്ചു കേട്ടു. ഈ ആവശ്യത്തിന് ഉണ്ടാക്കിയിരുന്ന ഒരു പ്രസംഗ പീഠത്തിൽ എസ്രാ ശാസ്ത്രി കയറി നിന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എത്രാം തീയതിയാണ് വന്നു നിന്നത്? 7-ാം മാസത്തിൽ 1-ാം തീയതി. ഇനി 9-ാം അധ്യായം 1-ാം വാക്യം. എന്നാൽ ഈ മാസം 24-ാം തീയതി ഇസ്രായേൽ മക്കൾ ഉപവസിച്ചും രട്ടെടുത്തും തലയിൽ പൂഴി വാരിയിട്ടും കൊണ്ട് കൂടി വന്നു. ഇസ്രായേൽ സന്തതിയായ അവര് 24 ദിവസം കഴിഞ്ഞപ്പോഴും രട്ടെടുത്ത് തലയിൽ പൂഴി വാരിയിട്ട് ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടി വന്നു. കാരണം അവർക്കറിയാം മതിൽ പണി അവിടെ തീർന്നു കഴിഞ്ഞു. എങ്കിലും പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് ആത്മീയമായ ചില പണികൾ ജനത്തിൻ്റെ ഇടയിൽ നടക്കണം. മതിൽ പണിയാൻ 52 ദിവസമേ വേണ്ടി വന്നുള്ളൂ. പ്രൈസ് ഗോഡ്, അല്ലേ? എന്നാൽ അതിനേക്കാൾ പ്രധാനം വേണ്ടത് ആത്മീയമായ പണിയാണ്. ദൈവമക്കളെ, നിങ്ങളുടെ വിശുദ്ധി, നിങ്ങളുടെ വേർപാട്, നിങ്ങളുടെ പ്രതിഷ്ഠ, നിങ്ങളുടെ സത്യത്തെക്കുറിച്ചുള്ള വെളിപ്പാട്, ഇത് പണിയണം. അതിന് വചനപ്രകാരം ഒരു പണി പിന്നെ വന്നു. പ്രൈസ് ഗോഡ്. അങ്ങനെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. 8-ാം മാസത്തിൽ 8-ാം അധ്യായത്തിൽ ഒരു പ്രതിഷ്ഠ, ഒരു 9-ാം അധ്യായത്തിൽ വീണ്ടും ലാസ്റ്റ് 12-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിൽ യെരൂശലേമിന്റെ മതിൽ പ്രതിഷ്ഠിച്ച സമയം അവർ സ്തോത്രങ്ങളോടും സംഗീതത്തോടും കൂടെ കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും കൊണ്ട് സന്തോഷപൂർവ്വം പ്രതിഷ്ഠ ആചരിപ്പാൻ ലേവ്യരെ അവരുടെ സർവ്വവാസ സ്ഥലങ്ങളിൽ നിന്നും യെരൂശലേമിലേക്ക് അന്വേഷിച്ചു വരുത്തി. 43-ാം വാക്യം. അന്ന് ശുശ്രൂഷിച്ചു നിന്ന അവർ 43 അവസാന വാക്യം. അവർ അന്ന് മഹായോഗങ്ങൾ അർപ്പിച്ചു സന്തോഷിച്ചു. അവർ അന്ന് മഹായോഗങ്ങൾ സന്തോഷിച്ചു. മഹായോഗങ്ങളല്ല, അവർ അന്ന് മഹായാഗങ്ങൾ അർപ്പിച്ച് സന്തോഷിച്ചു. ദൈവം അവർക്ക് മഹാസന്തോഷം നൽകിയിരുന്നു. ദൈവം അവർക്ക് മഹാസന്തോഷം നൽകിയിരുന്നു. 1-3 കമ്പയർ ചെയ്തേ. 1-3. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സ്ഥലത്ത് ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരുന്ന ജനം 12-ാം അധ്യായം 43-ാം വാക്യം വന്നപ്പോൾ മഹാസന്തോഷത്തിലായി. ഈ നാളുകളിൽ മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്ന ഫെയ്ത്ത് സിറ്റി ചർച്ചയിലെ ഓരോ വിശ്വാസികളും ദൈവത്തിൻ്റെ മതിൽ പണിയാൻ ഇറങ്ങുമ്പോൾ, കർത്താവിനോട് ഇറങ്ങുമ്പോൾ മഹാസന്തോഷത്തിലേക്ക് വരണം. മഹാസന്തോഷത്തിലേക്ക് വരണം. മഹാകഷ്ടത്തിൽ നിന്ന് മഹാസന്തോഷത്തിലേക്ക്. ഉടബല ഹതുര ജബന രഗതക ജഗര ദലബര ഹതുര.
ആമേൻ. ദൈവപ്രവൃത്തി അങ്ങോട്ട് തികച്ചപ്പം ഗ്രേറ്റ് അഫ്ലിക്ഷൻ ടേൺഡ് ഔട്ട് ടു ഗ്രേറ്റ് ജോയ്. ഇന്ന് രാത്രി നിന്റെ നിന്ന മാറ്റുവാൻ, അപമാനം മാറ്റുവാൻ, കഷ്ടം മാറ്റുവാൻ, തീ കൊണ്ട് വെന്ത് കിടക്കുന്ന അനുഭവങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, മഹാസന്തോഷം നൽകി. എന്നിട്ട് സ്ത്രീകളും പൈതങ്ങളും സന്തോഷിച്ചു. അതുകൊണ്ട് യെരൂശലേമിലെ സ്ത്രീകളും പൈതങ്ങളൊന്നും അല്ല മെഴുതുന്നുണ്ട്, നോക്ക്. സ്ത്രീകളും പൈതങ്ങളും കൂടെ സന്തോഷിച്ചു. സ്ത്രീകളും പൈതങ്ങളും കൂടെ സന്തോഷിച്ചു. ആ കൂടെ എന്നുള്ളതിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. കാരണം അറിയാമോ, ഇന്ന് പല വീട്ടിലും, അതിനു മുമ്പ് പല വീട്ടിലും പുരുഷന്മാർക്ക് സന്തോഷമാണ്, പക്ഷെ സ്ത്രീകൾക്കും പൈതങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. ഇന്നും പല വീട്ടിലും പുരുഷന്മാരൊക്കെ സന്തോഷിച്ചിങ്ങനെ നടക്കുന്നുണ്ട്, പക്ഷെ സ്ത്രീകളും പൈതങ്ങളും ബുദ്ധിമുട്ടിലാണ്. ചില കള്ളുകുടിയന്മാരുടെ വീട് കണ്ടിട്ടില്ലേ? അവർക്കെന്നാ ഒരു സങ്കടവുമില്ല, അടിച്ച് ഫിറ്റായിട്ട് അങ്ങ് നടക്കുക, മാറുടെ വേലി വാടമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നടക്കുക, പ്രൈസ് ഗോഡ്. പക്ഷേ അവരുടെ മക്കൾ ദുഃഖത്തിലാണ്, ഭാര്യമാർ ദുഃഖത്തിലാണ്. ഞാൻ പറയട്ടെ, ദൈവപ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞാൽ സ്ത്രീകളും പൈതങ്ങളും കൂടെ സന്തോഷിക്കും. ഇന്ന് പകൽക്കാലം വേദനിക്കുന്ന മാതാവേ, വേദനിക്കുന്ന കൂട്ടാളിയെ, വേദനിക്കുന്ന സഹോദരിയെ, നീയും നിന്റെ പൈതങ്ങളും സന്തോഷിക്കത്തക്കവണ്ണം വ്യാപരിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ട്. മതി, പ്രൈസ് ഗോഡ്. സ്ത്രീകളും അതുകൊണ്ട് യെരൂശലേമിലെ സന്തോഷഘോഷം ബഹുദൂരത്തോളം കേട്ടു. കാരണം എന്നാ? നിന്ന മാറി, ഇടിഞ്ഞു കിടക്കുന്ന മതിലുകൾ പണിതു, തീ കൊണ്ട് ചുട്ടുകിടക്കുന്ന വാതിലുകൾ അടഞ്ഞു, അതിന് അന്താഴം വെപ്പിച്ചു, ആരാധന യഥാസ്ഥാനപ്പെട്ടു, പ്രാർത്ഥന യഥാസ്ഥാനപ്പെട്ടു, ദൈവവചന വായന യഥാസ്ഥാനപ്പെട്ടു, ഉപവാസം യഥാസ്ഥാനപ്പെട്ടു. ഈ നാളുകളിൽ ഭൗതികമായ മതിൽ മാത്രം പരത പോര കർത്താവേ, എനിക്ക് എൻ്റെ ഉപവാസം യഥാസ്ഥാനപ്പെടണം, എൻ്റെ ആരാധന യഥാസ്ഥാനപ്പെടണം, എൻ്റെ വചനധ്യാനം യഥാസ്ഥാനപ്പെടണം, എൻ്റെ സാമ്പത്തികമായ ഇടപാടുകൾക്ക് മാറ്റം വരണം, എൻ്റെ കുടുംബജീവിതത്തിൻ്റെ സന്തോഷമില്ലായ്മയ്ക്ക് മാറ്റം വരണം, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിന് മാറ്റം വരണം. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് സന്തോഷിച്ച് ഒരു മഹാസന്തോഷം വന്നിട്ട് ഞങ്ങളുടെ സന്തോഷം, യെരൂശലേമിലെ സന്തോഷം ബഹുദൂരത്തോളം കേൾക്കുവാൻ. ആമേൻ. അങ്ങനെ ഫെയ്ത്ത് സിറ്റിയുടെ സന്തോഷം ഈ പട്ടണത്തിൻ്റെ അതിർത്തികൾക്കും GCDയുടെ ഗ്രേറ്റർ കൊച്ചിൻ്റെ അതിർത്തികളിലേക്ക് ഫെയ്ത്ത് സിറ്റിയിലെ വിശ്വാസികളുടെ സന്തോഷം, അവരുടെ ഐക്യത, അവരുടെ ഒരുമ, അവരുടെ വചന നിശ്ചയം, അവരുടെ പ്രാർത്ഥന, അവരുടെ ആരാധന, അവരുടെ പ്രൈസ് ഗോഡ്, എല്ലാം അവരുടെ പ്രവർത്തനങ്ങൾ അതിർത്തിക്കപ്പെടുന്നു. പ്രൈസ് ഗോഡ്. ഈ ഡൽഹി, പ്രൈസ് ഗോഡ്, ലണ്ടൻ, ന്യൂയോർക്ക് എന്നൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ, ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ന്യൂയോർക്ക് ഈസ് എ ബിഗ് സിറ്റി, ഡൽഹി ഈസ് എ ബിഗ് സിറ്റി, ലണ്ടൻ ഈസ് എ ബിഗ് സിറ്റി, ബക്കിംഗ്ഹാം ബിഗ് സിറ്റി. പക്ഷേ ചരിത്രത്തിൽ എഴുതിയിരിക്കുന്ന റോം ഈസ് ഗ്രേറ്റ് സിറ്റി. ആമേൻ. ബിഗ് സിറ്റികൾ ഒരുപാടുണ്ട്. ഫെയ്ത്ത് സിറ്റി ഷുഡ് ബിക്കം എ ഗ്രേറ്റ് സിറ്റി, എ ഗ്രേറ്റ് സിറ്റി, എ ഗ്രേറ്റ് സിറ്റി, a great city. ആമേൻ. നമ്മൾ തൃപ്തരാകുന്നത് എപ്പോഴാണെന്നറിയാമോ? ഞാൻ രാവിലെ പറഞ്ഞു, സംതൃപ്തിയും സന്തോഷവും വന്നിട്ട് ഫെയ്ത്ത് സിറ്റിയിലേക്ക് ആരാധിക്കാൻ വേണ്ടി ജനം ഒഴുകി വരാൻ തുടങ്ങണം. ഇവിടെ വന്ന് രക്ഷിക്കപ്പെടുവാൻ, ഇവിടെ വന്ന് മാനസാന്തരപ്പെടുവാൻ, ഇവിടെ വന്ന് സ്നാനപ്പെടുവാൻ, ഈ പട്ടണത്തിൽ വെറുമ്പറമ്പിൽ എറിയപ്പെട്ട് കിടക്കുന്ന, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന ജീവിതങ്ങൾ ഇവിടെ വന്ന് ദൈവവചനം കേട്ട് എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥനയുടെയും പ്രവർത്തനത്തിൻ്റെയും ഫലമായി യേശുവിനെ അറിഞ്ഞ് യേശുവിനെ ആരാധിക്കാൻ അവസരം ഉണ്ടാകണം. അവസരം ഉണ്ടാകുമോ? ഉണ്ടാകുമെന്ന് എത്രയൊക്കെ വിശ്വാസമുണ്ട്? കൂത്താട്ട് കുളത്ത് കിടക്കുന്നൊരു സഹോദരൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ചൊവ്വാഴ്ച, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, AJ ഹോളിൽ വന്നു. സജി എന്നാ പേര്, ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെന്ന് എഴുന്നേറ്റ്. ഇന്ന് രാത്രി കൂത്താട്ടുകുളത്തിന് തിരിച്ചു പോകണം, ബാബുച്ചാൻ്റെ നാട്ടിൽ നിന്നാണ്. ഹല്ലേലൂയ, ഇരുന്നാട്ടെ. AJ ഹോളിൽ ആദ്യത്തെ ദിവസം വന്നു. ദൈവത്തിൻ്റെ ആത്മാവ് എന്തോ സംസാരിച്ചെന്ന് പറഞ്ഞു, തൊട്ടെന്ന് പറഞ്ഞു, സ്ട്രൈക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ഇന്നലെ വന്നു, പ്രൈസ് ഗോഡ്, പിന്നെ സ്ട്രൈക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. ഇന്നലെ
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. മിനിയാന്ന് പകല് ഇവിടുത്തെ മീറ്റിങ്ങിന് വന്നു. വലിയ കഷ്ടപ്പെട്ടാവുന്ന നിത്യവൃത്തിക്ക് വകയില്ലാത്ത ഒരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ തൻ്റെ ബിസിനസ്സിനകത്ത് നിന്ന് പിരിഞ്ഞ് കിട്ടുന്നൊരു മില്ല അരി മേടിക്കാൻ അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള മനുഷ്യനാണ്. പക്ഷേ മില്ലും പൂട്ടിയിട്ട് തിങ്കളാഴ്ച ഇവിടെ വന്നു. അന്ന് രാത്രി നാളുകളായി ഉറക്കമില്ലാതിരുന്ന സ്ഥാനത്ത് സുഖമായിട്ട് ഉറങ്ങിയെന്ന് പറഞ്ഞു. ഇന്നലെ ഏജഗോളി വന്നിട്ട് തിരിച്ചു പോയിട്ട് ഇന്ന് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഇന്നലെ ഞാൻ സുഖമായിട്ടൊന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞു. ദൈവമക്കളെ, ഉറക്കമില്ലാത്തൊരു മനുഷ്യന് ഉറങ്ങാനുള്ള അവസരം കിട്ടിയ അതിൽ പരം ഭാഗ്യം വേറൊന്നുമില്ല. ഇന്ന് രാത്രി ഉറക്കമില്ലാതെ ഈ പട്ടണത്തിൽ കിടക്കുന്നവർ മാത്രമല്ല, പ്രൈസ് ഗോഡ്, എന്നോട് പറഞ്ഞു ഹല്ലേലൂയ, ഞാൻ അടുത്ത ഞായറാഴ്ച വരുമെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നു, അനുഭവങ്ങളുമായി ജനം പങ്കുവച്ചിട്ട്, വിടുതലുകൾ പങ്കുവച്ചിട്ട്, സൗഖ്യങ്ങൾ പങ്കുവച്ചിട്ട്, സന്തോഷം പങ്കുവച്ചിട്ട്, സമാധാനം പങ്കുവച്ചിട്ട്, ഐശ്വര്യവും അഭിവൃദ്ധിയും പങ്കുവച്ചിട്ട് ഞങ്ങൾ ഇതാ ഫെയ്ത്ത് സിറ്റിയിൽ ആരാധനയ്ക്ക് പോകുന്നവരാണെന്ന് അഭിമാനത്തോടെ പറയത്തക്കവണ്ണമുള്ള അനേകം ആയിരക്കണക്കിന് ജീവിതങ്ങളെ ഈ പട്ടണത്തിൽ മാത്രമല്ല, ഇതിൻ്റെ പുറത്ത് കോതമംഗലത്ത് മാത്രമല്ല, തൃശ്ശൂർ മാത്രമല്ല, ആലപ്പുഴ മാത്രമല്ല, മൂവാറ്റുപുഴ മാത്രമല്ല, ഇതിൻ്റെ ചുറ്റുപാടും മാത്രമല്ല, അനേക സ്ഥലത്ത് എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ് എൻ്റെ ദൈവം. യെസ്, ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു. സമയമായി, ഞാൻ എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുന്നു. ഇതുവരെ നമുക്ക് എന്തില്ല? റെസ്റ്റില്ല. ഇത് നടക്കുന്നത് വരെ നമുക്ക് എന്തില്ല? റെസ്റ്റില്ല. ഒന്നിച്ച് പ്രവർത്തിക്കണം. ഞാനുണ്ടെന്ന് തീരുമാനിക്കുന്നവർ ഒരു ഫുൾ ഹാൻഡ്, ഷോർട്ട് ഹാൻഡ് വേണ്ട, ഒരു ഫുൾ ഹാൻഡ് ഉയർത്തിപ്പിടിച്ചാട്ട് ബാബുച്ചാമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. കരങ്ങൾ ഉയർന്നിരിക്കട്ടെ, ബാബുച്ചാമെന്ന് പ്രാർത്ഥിച്ചാട്ടെ.